الحمد لله الحمد لله رب العالمين. الحمد لله الذي أسعد وأشقى وأضحك وأبكى وأمات وأحيا وأوجد وأفنى وأغنى وأقنى ثم خصص بعض عباده باليسر والغنى. أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم وأشهد أن لا إله إلا الله رب الجود والكرم. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العظيم. اللهم رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ജമാഅത്ത് പള്ളി ഖത്തീബ് സലാം ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ ഹുസൈൻ മൗലവി, ബഹുമാന്യനായ മുജീബ് മൗലവി, ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേര് മാറിപ്പോയാ? ജീവനാണ് പറഞ്ഞ ഫാറൂഖ് മൗലവി പോയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ എല്ലാവരുടെ പാവങ്ങളെയും അല്ലാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ സന്തോഷത്തോടുകൂടി കലിമ ചൊല്ലി മരണപ്പെടാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലുള്ള പരിപാടിയാണ് നമ്മുടെ ഈ വർഷവും അൽബുസ്താൻ സാധു സഹായ സമിതിയുടെ പേരിൽ ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഇത്തിരി ബാസ് കുറച്ചറിയട്ടെ, ഇതിൻ്റെ ആൾ കുറച്ച് ബാസ് ട്രിപ്പിൾ ഷാർപ്പിലേക്ക്. അവിടെ നിൽക്കുന്നവരെ ഇങ്ങോട്ട് കയറ്റി ഇരുത്തുക. അബീബിങ്ങളെ, ഇൽമിൻ്റെ സദസ്സിൽ വന്നിരിക്കുക. നമ്മൾ ഈ പ്രസംഗിച്ചിട്ടൊന്നും സമുദായം നന്നാവാത്ത ഇതാണ്. ഇതിനൊരു വലിയ വിലയില്ല. ഇനി ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ അടുത്ത് ഇനി ഓഫർ ചെയ്യാൻ പോകുന്നത് ഈ പാട്ടുമൊക്കെ നടത്തിയാൽ മതി. എല്ലായിടത്തുമാണ് നമ്മുടെ ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ ഇനി പാട്ട്, ഗാനമേള, നൃത്തം, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല വിജയം കിട്ടും. ദുആയും കിട്ടും, ബർക്കത്തും കിട്ടും. ആളുകൾക്കും സന്തോഷം, ആളും കൂടും, പൈസയും കിട്ടും. ദീനും ബാദ് നസീഹത്തും ഒക്കെ അത് അവിടെ ഇരിക്കട്ടെ. അതൊന്നും പിന്നെ ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഉമ്മത്ത് തന്നെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായി പുലരണമല്ലോ. ആളുകൾക്ക് അത് ഹറാമ് ഇത് ഹറാമെന്നൊന്നും പറയുന്നൊന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല. അബൂജഹലും അബൂ ലഹബും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അന്ന് ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നു. പക്ഷേ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കരുത്, വെള്ളം അടിക്കരുത്, കഞ്ചാവ് അടിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, പലിശ വാങ്ങരുത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല. മുഹമ്മദ്, നീ നിൻ്റെ പണി നോക്ക്, നമ്മുടെ പഴയ മാർഗ്ഗമൊന്നും വിടാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് അത് അനുവദനീയമായിരുന്നെങ്കിൽ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അബൂലഹബും ഒക്കെ ഇപ്പോൾ മുസ്ലിമായനെ. ഇന്നത്തെ കാലം എങ്ങാനുമായിരുന്നു അന്ന് അവർ ജീവിച്ചിരുന്നെങ്കിൽ എപ്പോഴേ അവർക്ക് മുസ്ലിം ആകുമായിരുന്നു. കാരണം എന്താ? നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താ? എല്ലാവരും മുസ്ലിമാണ്, ഭൂരിപക്ഷവും മുസ്ലിമാണ്. പക്ഷെ അവർക്ക് വ്യഭിചരിക്കരുതെന്ന് പറയരുത്, വെള്ളം അടിക്കരുതെന്ന് പറയരുത്, പലിശ വാങ്ങരുതെന്ന് പറയരുത്, സിനിമ കാണരുതെന്ന് പറയരുത്, പാട്ട് കേൾക്കരുതെന്ന് പറയരുത്. ഇതൊന്നുമില്ലാത്ത ഒരു പരിപാടി വല്ല ഉണ്ടോ എങ്കിൽ അവർക്ക് 100% സപ്പോർട്ട്. സ്കരിക്കണം, നോമ്പെടുക്കണം, ഇബാദത്ത് ചെയ്യണം, അതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഇതൊന്നും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഓതണ്ട എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാനിന്ന് മനസ്സിലാക്കിയിടത്തോളം ഒരു ബഹുഭൂരിഭാഗവും നമ്മുടെ സമുദായം ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലെങ്ങാനും നഊദു ബില്ലാ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അബൂലഹബും ജീവിച്ചിരുന്നെങ്കിൽ അവരെന്നേ മുസ്ലിം ആകുമായിരുന്നു. കാരണം ഇതേപോലുള്ള മുസ്ലിമാകാൻ അവരും ഇഷ്ടമാണ്. ഇന്ന് ഈ പണ്ഡിതന്മാർ, ഉലമാക്കൾ നമ്മുടെ സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന് നിങ്ങളോട് പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ വയറ്റിപ്പിഴപ്പിനല്ല സുഹൃത്തുക്കളെ, നമ്മുടെ വയറ്റിപ്പിഴപ്പിനല്ല. ഇതുകൊണ്ട് പല ഗുണങ്ങൾ. ഉസ്താദന്മാർക്ക് ഒരു ഹദിയ കിട്ടും. നമ്മൾ ഏതൊരു പരിപാടി നടത്തുന്നുവോ അത് വിജയിക്കാനൊരു ഹദിയ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ത്യാഗം സഹിച്ച് ഈ പാതിരാത്രി ഈ പള്ളിയുടെ അല്ലെങ്കിൽ ഈ മദ്രസയുടെ അല്ലെങ്കിൽ ഈ തെരുവിൽ വന്നിരുന്ന് ഈ വാത് കേൾക്കുന്നതിലൂടെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒരു ഇൽമ നമുക്ക് കിട്ടുമെങ്കിൽ അതും നമുക്ക് പ്രയോജനമാണ്. ഒരു വാതിലൂടെ 3 ഗുണങ്ങളാണ്. വസ്ത്രം കഴുകുമ്പോൾ 3 ഗുണങ്ങളാണ്. വസ്ത്രം കഴുകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് കല്ലിൽ അടിച്ചു കഴുകുന്ന വസ്ത്രം, നമ്മുടെ കൈ ശുദ്ധമാകും, കല്ല് ശുദ്ധമാകും, വസ്ത്രം ശുദ്ധമാകും. നമ്മുടെ ലക്ഷ്യം വസ്ത്രം ശുദ്ധമാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ നമ്മുടെ കൈയും ശുദ്ധിയായി, നമ്മുടെ കല്ലും ശുദ്ധിയായി എന്ന് പറയുന്ന പോലെ നമ്മളൊരു വഅദ് വെക്കുന്നു. നമ്മുടെ നസീഹത്ത് ഉമ്മത്തിന് എന്തെങ്കിലും ഗുണപ്പെടണമെന്നുള്ള നിയ്യത്തോടു കൂടി വെക്കുന്ന നസീഹത്താണ്. അതിലൂടെ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു കാര്യം ഉണ്ടാകും. അതേപോലെ ഉസ്താദന്മാർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും, നമ്മൾ ഈ വരുന്ന ജനങ്ങൾക്കും ഒരു മാർഗ്ഗം ഉണ്ടാകും. ഇതിനെല്ലാം കൂടെ കാരണമാണ് നമ്മൾ ഈ വഅദ് നസീഹത്തുകൾ നടത്തുന്നത്. ഇൽമുകൾ എന്ന് നിന്നുപോയോ അന്ന് നമ്മുടെ സമുദായത്തിൻ്റെ നാശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു നമ്മളോട്. നമ്മുടെ സമുദായം മനസ്സിലാക്കട്ടെ നല്ലതുപോലെ. 3 കാര്യങ്ങൾ എന്ന് നടപ്പിലായോ നിങ്ങൾ ഓർത്തോളിൻ, എൻ്റെ സമുദായം പിഴച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഉമ്മത്തു അലാ ഹാദിഹി ശരിയാ ഹത്താ ലം യുദ്ഹർ സലാസ്. 3 കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സമുദായം ശരീഅത്തിൽ ഉറച്ചു നിൽക്കും. സ്വഹാബത്തേ, എൻ്റെ സമുദായം പിഴച്ചു പോവുകയില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. 3 കാര്യങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരുന്നാൽ എൻ്റെ സമുദായം ശരീഅത്തിൽ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകുമത്രേ. അതിന് തടസ്സം വന്നു പോയാൽ, അത് നിന്നു പോയാൽ കേവലം മുസ്ലിം നാമധാരികൾ ജീവിക്കാമെന്നല്ലാതെ ശരീഅത്തിന്റെ ഒരംശം പോലും അവരുടെ ഖൽബുകളിൽ ഉണ്ടാവുകയില്ല. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാലം യുഖ്ബലു മിൻഹും അൽ ഇൽമു. ഇൽമുകൾ എന്നാണോ പഠിപ്പിക്കപ്പെടാത്തത്, ഇൽമുകൾ എന്നാണോ ചർച്ച ചെയ്യപ്പെടാത്തത്, മദ്രസകൾ എന്നാണോ പൂട്ടപ്പെടുന്നത്, വഅദിന്റെ സദസ്സുകൾ എന്നാണോ നിരോധിക്കപ്പെടുന്നത്, ആ കാലഘട്ടത്തിൽ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. സഹാബ, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ 3 കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞതാണ് മാലം യുഖ്ബൽ മിൻഹും അൽ ഇൽമു. ഇൽമു പിടിക്കപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സമുദായം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ശരീഅത്തിലായിരിക്കും. ഇൽമു എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, എൻ്റെ ഉമ്മത്ത് പിഴച്ചത് തന്നെ. നബിയുടെ വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷേ എന്ത് മുസ്ലിമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. മുസ്ലിമീങ്ങളുടെ ഈമാനെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു കാലഘട്ടം വരും, അന്ന് ഈ ഈമാൻ, ഈ ദീൻ എന്ന് പറയുന്നത് കൈവെള്ളയിൽ
തീക്കട്ട വെച്ചതുപോലെയാണ്. കൈക്കുള്ളിൽ തീക്കട്ട വെച്ച് അതിനെ മുറുകെ പിടിക്കുന്നവനെ പോലെയാണ്. ആ തീക്കനൽ മുറുകെ പിടിച്ചവൻ രക്ഷപ്പെട്ടു. കയ്യിൽ വന്ന തീക്കനൽ വലിച്ചെറിഞ്ഞവൻ അവൻ തകർന്നു തരിപ്പണമായി ആഖിറത്തിൽ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. ഈ ഉസ്താദന്മാരൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രസംഗത്തിലൂടെയാണ് അല്പമെങ്കിലും നന്നാവാൻ എന്നെ കൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്തത്. ഞാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രസംഗം മാത്രമല്ല. ഈ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഹദീസുകളും ആയത്തുകളും നമ്മൾ പരിധി നോക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അല്പമെങ്കിലും അള്ളാഹുവെ നിന്നെക്കുറിച്ച് ഓർക്കാനും ഭയപ്പെടാനും ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പോകാനും ഒരാഗ്രഹവും ഒരാവേശവും ഉണ്ടാകുന്നത് ഈ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി നമ്മൾ പഠിക്കുന്നതിൻ്റെ പേരിലാണ്. അല്ല വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച് പോകുന്ന ഒരു ശൈലിയല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ എത്ര പ്രസംഗിച്ചാലും എത്ര പാടിയാലും തീരാത്ത പാട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. എത്ര നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ കൂടിപ്പോയ ഖബർ, മഹ്ശർ, മരണം, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാറുള്ളൂ. ഇതൊന്നുമല്ല ദീന്. 23 വർഷ കാലയളവിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ദീൻ നമ്മൾ എത്ര പഠിച്ചു, നമ്മൾ എത്ര മനസ്സിലാക്കി? എനിക്കെല്ലാം എന്തോ വലിയ അറിവുള്ളത് പോലെയാണല്ലോ നമ്മുടെ നടത്തം. നമുക്ക് എന്തറിയാം സുഹൃത്തുക്കൾ? ഒരു മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അവൻ രാത്രി ഉറങ്ങുന്നത് വരെ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എത്ര സമയം മെനക്കെട്ടു മാറ്റിവെച്ചു? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിന് വേണ്ടി മണിക്കൂറിൽ എത്ര ചിലവാക്കുന്നു? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവാക്കുന്നു? നാളെ മരിച്ചു പോകണ്ടേ? നാളെ ഹിസാബില്ലേ? വിചാരണയില്ലേ? ഉയർത്തെഴുത്തപ്പെടുമ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിന് മറുപടി ആര് പറയും? ഇത് പറഞ്ഞു തന്നില്ല എങ്കിൽ നാളെ നിങ്ങളെല്ലാവരും നമുക്കെതിരെ കോടതിയിൽ കുറ്റം പറയും. പടച്ചവനെ, ഞങ്ങളോട് ഇതാരും ഇത് പറഞ്ഞു തന്നിട്ടില്ല അല്ലാ എന്ന് നിങ്ങൾ പറയും. ഇത് പറയാതിരിക്കാനാണ് അള്ളാഹു ഇന്ന് ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഈ വഅളുകളെ പ്രചരിപ്പിക്കുന്നത്. ഓർത്തോളിൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും മറുപടി പറയാൻ പറ്റൂല. ഞാൻ വഅള് കേട്ടിട്ടില്ല എങ്കിലും വീട്ടിനകത്തിരിക്കുന്നവർ പോലും യൂട്യൂബിലൂടെ അള്ളാഹ് നീയുണ്ടെന്നും ആഖിറമുണ്ടെന്നും ഈ സമുദായത്തോട് തുറന്ന് പറഞ്ഞവരാണ് പണ്ഡിതർ. അതുകൊണ്ട് നാളെ ഇവരൊന്നും കേട്ടില്ല എന്ന് അള്ളാഹിന്റെ മുന്നിൽ പറയാനൊരവസരവുമില്ല. എല്ലാവരും കേട്ടുകഴിഞ്ഞു. സത്യമായ ദീൻ ഇസ്ലാമിൻ്റെ ദീനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് കുതറിപ്പോകാതിരിക്കാൻ ശ്രമിക്കും. അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു നിഅമത്താണ്. മാർക്കം ചെയ്തുകൊണ്ട് നീ മുസ്ലിമായി രക്ഷപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. മാർക്കം ചെയ്യലൊന്നും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടയാളമല്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളമൊന്നുമല്ല അത്. നീ മാർക്കം ചെയ്തില്ല എങ്കിൽ നിനക്ക് മുസ്ലിമാകാം. ഷഹാദത്ത് കലിമ ചൊല്ലലാണ് ഏറ്റവും വലിയ കാര്യം. അത് മുറുകെ പിടിക്കലാണ്. ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. എന്താണ് ഇസ്ലാമിൻ്റെ ക്വാളിറ്റി? എന്താണ് അതിൻ്റെ നിബന്ധനകൾ? എന്താണ് അത് നീ പാലിക്കുന്നുണ്ടോ? അത് ഞാൻ മാർക്കം ചെയ്തവനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നുമല്ല ക്വാളിറ്റി. ജൂതന്മാർ മാർക്കം ചെയ്തിട്ടുണ്ട്, നസ്രാണികൾ മാർക്കം ചെയ്തിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾ മാർക്കം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു മുസ്ലിമാണെന്നുള്ളതിൻ്റെ ക്വാളിറ്റി എന്താണ്? നീ ഒരു ഹാഫിള് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 30 ജുസ് അവൻ കാണാപാടി പഠിച്ചിരിക്കണം, അവനാണ് ഹാഫിള്. ആലിമാണെങ്കിൽ എന്താ? 8 വർഷം ശരീഅത്തിനെ കുറിച്ച് പഠിച്ച് സനത് വാങ്ങിയിരിക്കണം, അവനാണ് ആലിമ്. MBBS കാരെന്ന് പറഞ്ഞാൽ 5 വർഷം അതിനെക്കുറിച്ച് അവൻ പഠിച്ചിരിക്കണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതാണ് അവൻ MBBS, ഒരു ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. വെറുതെ നോക്കിയിട്ടുള്ള ഡോക്ടർ എന്നും എഞ്ചിനീയർ എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വേണമെങ്കിൽ പറയാം, പക്ഷേ ആ ക്വാളിറ്റിയും ആ പഠിത്തവും അവർക്കില്ല എങ്കിൽ ഒരിക്കലും അവർക്കത് യോജിക്കൂല. നമ്മൾ മുസ്ലിമാണോ? നമ്മുടെ ക്വാളിറ്റി എന്താണ്? എന്താ നമ്മുടെ ക്വാളിറ്റി? ലോക ചരിത്രത്തിൽ പരിശുദ്ധമായ ശരീഅത്ത് പോലെ, ഇസ്ലാം പോലെ ഒരാദർശം ലോകത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതാദ്യം ചിന്തിച്ചോളീൻ. ഇതിനെ മാത്രമാണ് അള്ളാഹ് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ തീച്ചൂള, അതുകൊണ്ടാണ് നമുക്ക് ഈ പീഡനങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ വേദനകൾ സഹിച്ചും പരിശുദ്ധമായി ഈ ശരീഅത്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ശരീഅത്ത് ഒരു തീ കനൽ പോലെയായിരിക്കുന്ന ഒരു കാലഘട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയ്യിൽ നിന്നത് ചൂട് പേടിച്ച് വലിച്ചെറിഞ്ഞാൽ നാളെ നരകത്തിലായിരിക്കും നമ്മളുടെ താവളം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ വഅള് നസീഹത്ത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എൻ്റെ സമുദായം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 3ഉം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് യോജിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, വയക്സുറു വലദുൽ ഖനസ്, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന്. ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലമുണ്ടാകും സഹാബത്തെ. ഇന്ന് ജാരസന്തതികൾ അധികരിച്ചു കൊണ്ടിരിക്കുക. അമ്മത്തൊട്ടിൽ എന്തിനാണ്? തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ എന്തിനാണ്? ജാരസന്താനങ്ങൾ. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ 2 ദിവസം പത്രത്തിൽ കണ്ടതാണ്. ഒരു ചോരക്കുഞ്ഞിനെ സ്വന്തം മാതാവ് കുഴിച്ചുമൂടി. എന്തിനാണത്?
ജാരസന്തതികൾ അധികരിക്കുന്നു. അസലിയായ സന്താനമാണെങ്കിൽ കുഴിച്ചു മൂടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് കുഴിച്ചു മൂടുന്നത്? എന്തിനാണ് അമ്മത്തൊട്ടികൾ അധികരിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജാരസന്താദികൾ അധികരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമാകാതെ ലോകം അസ്തമിക്കുകയില്ല. ഓർത്തോളിങ്. ഇന്ന് എന്തെല്ലാം യുദ്ധം നടക്കട്ടെ, എന്തെല്ലാം പ്രശ്നം നടക്കട്ടെ, നബി തങ്ങൾ പറയാത്തത് എന്തെങ്കിലും ലോകത്ത് നടന്നിട്ടുണ്ടോ? അന്ന് 3G ഇല്ല, 4G ഇല്ല, 5G ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, സാറ്റലൈറ്റ് ഇല്ല. ആ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പ്രവചിച്ച പ്രവചനങ്ങളാണ് 21ാം നൂറ്റാണ്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി അനുഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാത്ത ഒരു കാര്യവും ഇന്നിവിടെ നടക്കുന്നില്ല. ഓർത്തോളി. അതിൽ വെച്ച് മനസ്സിലാക്കിക്കോ, സദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കോളി. നമ്മൾ കളിയിലും ചിരിയിലും തമാശയിലുമാണ്. നമുക്ക് ഈ ദീനെന്ന് കേട്ടാൽ ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പേര് കിട്ടണം, കൂടുതൽ ലൈക്ക് കിട്ടണം, കൂടുതൽ ഷെയർ കിട്ടണം, അതിലൂടെ പണം കിട്ടണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും അള്ളാഹു ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ ദുനിയാവിൽ നീ ഗമയും പ്രതാപവും പ്രൗഢിയും അന്തസ്സും ആഗ്രഹിക്കുന്നുണ്ടോ? ആഖിറത്തിൽ നിനക്കിത് നഷ്ടമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അദ്ദുനിയ ദാറുമല്ല ദാറലഹു വമാലു മല്ല മാലലഹു. ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിൽ വീടില്ലാത്തവന്റെ വീടാണ്, ആഖിറത്തിൽ സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ് എന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ശരീഅത്ത് എന്തെന്ന് നമുക്ക് നല്ലപോലെ പഠിപ്പിച്ചു തന്നിട്ടാണ് ഇന്ന് മദീനയുടെ തിരുമുറ്റത്ത് കിടന്ന് ഉറങ്ങുന്നത്. ഓർത്തോളി. ഇത് കേവലം വഅദ് പറഞ്ഞ് ഞങ്ങളുടെ കുറച്ച് പൈസ പിരിക്കാൻ വേണ്ടിയുള്ള ദീനല്ല ഇത്. ഈ ശരീഅത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മുസ്ലിമായ ഞാൻ മുസ്ലിമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ്. എന്ന് പറഞ്ഞ് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ മുസ്ലിമാണോ എന്ന്? എൻ്റെ റേഷൻ കാർഡിൽ മുസ്ലിമാണ്, പാസ്പോർട്ടിൽ മുസ്ലിമാണ്, ആധാറിൽ മുസ്ലിമാണ്, ലൈസൻസിൽ മുസ്ലിമാണ്. എന്താ മുസ്ലിം? മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ്? ഒരു കാഫിർ മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മുസ്ലിം മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിയില്ല. എന്ത് തോന്നിയാസം കാണിച്ചിട്ട് എൻ്റെ പേര് ഷഹജ, എൻ്റെ പേര് ഷഫീന, എൻ്റെ പേര് ഹസീന, എൻ്റെ പേര് ഷിബു, എൻ്റെ പേര് ഹസൻ, എൻ്റെ പേര് ഷാജഹാൻ, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ മുസ്ലിം? അള്ളാഹ്ക്ക് ഇപ്പം നമ്മൾ മൊത്തം മുസ്ലിം ആയിക്കൊള്ളുന്നു അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല സുഹൃത്തെ. നമ്മൾ നാളെ മരിച്ചു പോയാൽ നമുക്ക് രക്ഷ വേണോ ഇല്ലയോ? രക്ഷ വേണോ ഇല്ലയോ? അള്ളാഹുവിനോട് നമ്മൾ ദിവസം തോറും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. ദിവസം തോറും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ എന്തെന്നറിയോ? ഏറ്റവും കൂടുതൽ സമയം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ദുആ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ഏറ്റവും വലിയ ഒരു മാധ്യമം ദുആയാണ്. പക്ഷെ അത് നമുക്ക് സമയമില്ല. 10 മിനിറ്റ് ദുആ ചെയ്ത ഇന്ന് 10 മിനിറ്റ് നമ്മുടെ ആവശ്യങ്ങൾ 15 മിനിറ്റ് ആവശ്യങ്ങൾ ദുആ ചെയ്തവരാരിലുണ്ടോ? 15 മിനിറ്റ് എൻ്റെ പ്രശ്നം പരിഹരിക്കണേ അല്ലാ, ഈ നാടിൻ്റെ പ്രശ്നം പരിഹരിക്കണേ അല്ലാ, ലോകത്തിൻ്റെ വിഷയം പരിഹരിക്കണേ അല്ലാന്ന് ഹൃദയസ്പൃക്കോടുകൂടി കൽബ് തുറന്ന് കണ്ണ് ഈറനണിഞ്ഞ് ഒരു 15 മിനിറ്റ് ദുആ ചെയ്ത് ആരെങ്കിലും ഈ സദസ്സുണ്ടോ? ഒന്ന് കൈ പൊക്കുക. ആരിലുണ്ടോ? ഉള്ളവർ മാത്രം പൊക്കണം. ഞാൻ പല സദസ്സിൽ ചോദിച്ചു, ഒരു സദസ്സിലും ഇല്ല. 5 മിനിറ്റ് ദുആ ചെയ്തവരുണ്ടോ? ഇല്ല. ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല. പലസ്തീനിലെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും വലിയ ദുആയായിരുന്നു. കൊറോണ വന്നപ്പോൾ എല്ലാവരും വലിയ ദുആയായിരുന്നു. എവിടെ പോയി ദുആ? ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ദുആ? ഫലസ്തീനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? കുഞ്ഞുമക്കളൊക്കെ ആയിരക്കണക്കിന് മരിച്ചുപോയല്ലോ, എവിടെയെങ്കിലും അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടാ? ആരെങ്കിലും ഒക്കെ ദുആ ചെയ്യുന്നുണ്ടാ? 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഉസ്താദന്മാർ പഠിച്ചു വെച്ച ദുആ ഒന്ന് ചുമ്മാ പറയും. നമ്മൾ അതേപോലെ കോട്ട് വായിട്ടിട്ട് നമ്മളിങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം അറിയോ? അതെന്താ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയോ? എന്താണ് ദുആ എന്ന് നമുക്കറിയോ? തിരിഞ്ഞിട്ടില്ല സഹോദര, ഇല്ല സഹോദര. നമ്മൾ ഈ വാത് വെച്ചിട്ടൊന്നും 10,000 വർഷം ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു പുണ്യവും നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എന്താണ് ദുആ എന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല ഇതുവരെക്കും. ഞാൻ മുസ്ലിമാണെങ്കിൽ ഞാൻ മുസ്ലിമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എന്താണ്? ഇല്ല, അറിയില്ല. ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ മുസ്ലിമാണെന്നുള്ള ആധാറുണ്ടോ? അള്ളാന്റെ ആധാറുണ്ടോ? ദുനിയാവിൻ്റെ നമുക്ക് വേണ്ട. ഞാൻ മുസ്ലിമാണ്. ഇന്നനി അന മിനൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ, മൂസ നബി പറഞ്ഞതുപോലെ, പ്രവാചകന്മാര് പറഞ്ഞതുപോലെ ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള ക്വാളിറ്റി എന്താ ഉള്ളത്? ക്വാളിറ്റി. നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ത് നിസ്കാരം? നമ്മുടെ നിസ്കാരം ഒന്നും ശരിയല്ല.
നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ചൊട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കും, നിസ്കാരത്തിൻ്റെ സദസ്സിൽ തൊട്ട് ഫ്രണ്ടിൽ ആളുകൾ ചായം കുടിച്ച് കളിച്ചുകൊണ്ടിരിക്കും. പള്ളിയിൽ ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും. നിസ്കരിക്കാൻ ഒരു മുക്കറി ചായയും 2-3 കളവന്മാരും കുറച്ച് മുത്താലിബികളുണ്ടെങ്കിൽ മുത്താലിബികളും കാണും. ബാക്കിയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മൊത്തവും വെളിയിൽ കടയുടെ തിണ്ണയിൽ കളിച്ചുകൊണ്ടിരിക്കും, അണ്ടി കളിച്ചുകൊണ്ടിരിക്കും, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്താ ക്യാരൻസ എന്താ അതുപോലത്തുള്ള സാമാനങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ പുതിയ ശൈലിയാണ്. പള്ളിയിൽ നിസ്കാരം എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. മുസ്ലിയാർക്കും ഖത്തീബുക്കും മോദീനും കുറെ മുത്തഅല്ലിമീങ്ങൾക്കും വേണ്ടി. ഞാൻ മുസ്ലിമാ പേര്. സുഹൃത്തെ മനസ്സിലാക്കണം, ഞാൻ വളരെ ഖേദത്തോടെ വിഷമത്തോടെ പറയാം, ഓരോ ദിവസവും യൂട്യൂബ് നോക്കുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങൾ മൊത്തം പാട്ടിലേക്ക് ഇറങ്ങി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, വയലല്ല നമുക്കിനി വലുത്, ഇനി പാട്ടും ഗാനമേളയാണ്. ഒരു ഗാനമേള വെക്കി, ഒരു പാട്ട് വെക്കി, ഒരു മുസ്ലിം പെണ്ണ് അവളുടെ ഔറത്ത് തുറന്ന വിളിച്ച് അവർ പാടട്ടെ. അത് കാണാനും കേൾക്കാനുമാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ, നമ്മൾ തന്നെയാണ് ദീനിന്റെ ശത്രുക്കൾ. ഇതിനെയൊക്കെ നിരോധിച്ചവരാണ് പരിശുദ്ധമായ ഖുർആൻ. പക്ഷെ ആര് പറയാൻ? ഞാനടക്കം, എന്നെ പോലുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് യൂട്യൂബിലൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ നാളെ നമുക്കെതിരെ കമന്റിൽ 90% നാണം കെട്ട നമ്മുടെ കാക്കാമാരായിരിക്കും. പാട്ടിന് എന്താ കുഴപ്പം? മ്യൂസിക്കിന് എന്താ കുഴപ്പം? കണ്ട പെണ്ണുങ്ങളെ സമുദായത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നിർത്തിയിട്ട് പല പുരുഷന്മാരുടെ ഇടയിൽ ഡാൻസ് ആടാൻ നാണമില്ലാതെ, ഒരു നിലയ്ക്കും ഒരു പുളിപ്പില്ലാത്ത മാതാപിതാക്കൾ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ തുറന്നുവിടാൻ അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ ആദരവായ അലിയാർ തങ്ങൾ ചോദിച്ചതാണ്, നാണമില്ലേ നിന്റെയൊക്കെ പെമ്മക്കളെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണാൻ, അവരുടെ ഔറത്തുകൾ കാണാൻ തുറന്നുവിട്ട് ഡാൻസ് കളിപ്പിക്കാൻ നാണമില്ലേ? അലിയാർ തങ്ങളുടെ ചോദ്യമാണ്, അബൂബക്കറിന്റെ ചോദ്യമല്ല. അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്, നബി തങ്ങളുടെ എല്ലാമാണ്, സന്തത സഹചാരിയാണ്, 4ാം ഖലീഫയാണ്. അവരൊക്കെ ഈമാന്റെ ബോധമുള്ളവരാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ വള്ളിത്തുണ്ടിൽ അല്പസമയമെങ്കിലും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ, അടിച്ചുപൊളി ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോൾ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ? അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അതുകൊണ്ട് ഹലാലായതുകൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ. അള്ളാഹു നമ്മളെ ആലിമീങ്ങളാക്കിയത് നമ്മുടെ പവറല്ല, അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ നോക്കാൻ നമുക്ക് മടി വരുന്നു. ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ വേഷമിട്ടുകൊണ്ടൊരു ഹറാമിന്റെ പ്രവൃത്തിക്ക് പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹമാണ്. അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി നീ ഒന്ന് തൊപ്പി വെച്ചൊന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ ഹിന്ദു സഹോദരൻ ചോദിക്കും, അല്ല സഹോദര നിനക്ക് നോമ്പില്ലേ? അല്ല എന്താ നിങ്ങളെന്താ നോമ്പ് പിടിക്കാത്ത? ഹിന്ദു സഹോദരൻ ചോദിക്കാണ്. അവനാ മഹത്വം അറിയാം, അവനാ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ സ്കൂളുകളിൽ പോയി ബീഡി വലിക്കുന്നത് പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കിത് ഹലാലാണോ? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം എന്താ പബ്ലിക്കായിട്ട് ഞങ്ങളിങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കുന്നവരാണ്. അതിനും ഒരു സാക്ഷി ഈ തലയിൽ ഈ തട്ടവും ഈ ഹിജാബും ഈ പർദ്ദയും. ഇതൊക്കെ വീഡിയോയിൽ. പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും തള്ളലാന്ന്. ഇപ്പം തള്ളാൻ പറ്റൂല. ഇപ്പം നമ്മൾക്ക് ടി വി അങ്ങോട്ട് തുറന്ന് നമ്മുടെ ഈ യൂട്യൂബ് ഒന്ന് അങ്ങോട്ട് തള്ളിക്കൊടുക്കുമ്പോൾ ഈ ഉസ്താദന്മാർ പറഞ്ഞൊക്കെ അതിനകത്ത് മുന്നിൽ വരും. അതിന് തള്ളാൻ പറ്റൂല. ഉള്ള കാര്യമായി പറയുന്നത്, കൽബ് പൊട്ടിയിട്ട് പറയുന്ന വാക്കാണ്. ആലിമീങ്ങളായ ഞങ്ങൾ നിങ്ങളുടെ മയ്യത്തിന് നിസ്കരിപ്പിക്കാനും ഫാത്തിഹ ഓതാനും 3-ാം ഫാത്തിഹയ്ക്കും ഹത്തം ഓതാനും അല്ലെങ്കിൽ ഖബർ സിയാറത്തിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാനും തൊലാക്ക് ചൊല്ലിക്കാനും വിധിക്കപ്പെട്ടവരല്ല ആലിമീങ്ങൾ. ഈ ആലിമീങ്ങൾ ഈ നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ആലിമീങ്ങൾ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ടാണ്. പ്രവാചകന്മാർ ഈ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ലോകത്തേക്ക് കടന്നു വന്നത്. അള്ളാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടി വന്നവരാണ്. ആ പ്രവാചകന്മാർ ഈ ലോകത്തിലില്ല.
മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി, പ്രവാചക പരമ്പര അവസാനിച്ചു പോയി. ആ ഉത്തരവാദിത്വം ഒരിക്കലും തകർന്നു പോകരുത്, നശിച്ചു പോകരുത്. അതുകൊണ്ട് ഉലമാക്കളുടെ വാരിസ്യങ്ങളായി, അനന്തരാവകാശികളായി ആ ഒരു പരിശുദ്ധമായ ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചത് പണ്ഡിത മഹത്തുക്കളുടെ മേലാണ്. ഈ പണ്ഡിത വർഗം എന്തിനാണ്? നമുക്കും നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ ഗതിയില്ലാത്തത് കൊണ്ട് ഓതാൻ വിട്ടതൊന്നുമല്ല. ഇന്ന് ഇൽമു പഠിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നും കൈ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ എൻ്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാതെ എൻ്റെ ദുആ ഞാൻ അസ്തമിപ്പിക്കുകയില്ല, തീർക്കുകയില്ല. അവിടെയും എൻ്റെ വാപ്പ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഖബറിനെ അല്ലാഹു ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യാതെ ഈ വിനീതനോ അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഉസ്താദന്മാരോ ഈ ഇരിക്കുന്ന ആലിമീങ്ങളോ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാതെ അവരുടെ ദുആ അവസാനിപ്പിക്കില്ല. കാരണം എന്താ? ഖുർആനിലും ഹദീസിലും അല്ലാഹ് പഠിപ്പിച്ചത് മക്കളെ നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. വാപ്പാക്കും ഉമ്മാക്കും പഠിപ്പിക്കാനും കഷ്ടപ്പെടാനും ഒക്കെ വാപ്പ വേണം. MBBS എടുത്തു കൊടുക്കാൻ വാപ്പ വേണം, കെട്ടിക്കാൻ വാപ്പ വേണം, എഞ്ചിനീയർ ആക്കാൻ വാപ്പ വേണം. ആ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോനുണ്ടോ, ഒരു മോളുണ്ടോ? ഏത് മോനാ ദുആ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ദുആയുടെ ഒരു മഹത്വം ഉണ്ടോ? മരിക്കുമ്പം ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് കുറെ കരഞ്ഞിട്ട് അല്ലാഹ് അത്തായിക്ക് പുറത്തു കൊടുക്കണേ, വല്ലാഹി പൊറുക്കൂല. വല്ലാഹി എങ്ങനെ പൊറുക്കാനാണ്? ഈ മകനെ വളർത്തിയെടുത്ത കോലം ഈ വാപ്പ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ഈ മകനെ വളർത്തിയെടുത്തത്? ഈ മകനെ വളർത്തിയെടുത്തതിന്റെ കോലം എങ്ങനെയാണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ പറഞ്ഞു, ഒരു ആൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വാപ്പ ചെലവാക്കിയ പൈസ 2.5 കോടി രൂപ. ആൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ അത്രയ്ക്കും ഏറ്റവും ടോപ്പ് സിംഗറിനെ കൊണ്ടുവന്ന് പാടിപ്പിച്ച്. മുസ്ലിങ്ങളാണ്, മറ്റുള്ളവരുടെ ചരിത്രം നമുക്ക് പറയണ്ട. മുസ്ലിങ്ങളാണ്, നമ്മുടെ കൗമാണ്, നമ്മുടെ പരിസരത്താണ്. 2.5 കോടി രൂപയുടെ 5 ദിവസത്തെ കല്യാണം ഒരു ആൺകുട്ടിയെ കെട്ടിച്ച്, ആൺകുട്ടിയെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ. തൊട്ട് പരിസരങ്ങളിൽ പാവപ്പെട്ടവനും വാടക വീട്ടിൽ കിടക്കുന്നവനും തിന്നാനും കുടിക്കാനും ഉടുതുണിക്കും മറുതുണിയില്ലാത്തവനും കിടപ്പുണ്ട്. കോടാന കോടികൾ ചെലവഴിച്ച് ആഡംബര കല്യാണം നടത്തിയിട്ട് ആഹ്ലാദിക്കുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ ഇവനൊക്കെ ഫലസ്തീനെ കുറിച്ച് പറയാൻ എന്തവകാശം? ഇവനൊക്കെ വന്നിരുന്ന് ആമീൻ പറയാൻ എന്തവകാശം? പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് പൊറുക്കണയല്ല, ഫലസ്തീൻ്റെ മക്കൾക്ക് പൊറുക്കണയല്ല എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ആമീൻ പറയുന്നത് കൊണ്ടാണ് അല്ലാഹു തആല ഈ ദുആ സ്വീകരിക്കാത്തത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. എന്ത് പുണ്യ സമുദായത്തിന് ദീനിന്റെ കാര്യം പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയാൽ ഒരു 500 രൂപ എടുത്തു കൊടുക്കും. 500 രൂപ 2.5 കോടി പാട്ടുകാരന് വേണ്ടി അവൻ ചെലവാക്കും, ഗാനമേളയ്ക്ക് വേണ്ടി ചെലവാക്കും. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ 500 ഉലുവ എടുത്തു വെച്ച് കൊടുക്കും. വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയി പറയുന്ന വാക്കാ. 100 JCB ഉള്ള ഒരാളോട് ദീനിന്റെ ആവശ്യമായിട്ട് ഈ വിനീതനടക്കം പോയി. 100 JCB വല്ലാഹി 500 രൂപ എടുത്തു വെച്ചെന്നു. 500 രൂപ എടുത്തു വെച്ചെന്ന് ഞങ്ങൾ പറഞ്ഞു. അയാളുടെ വിഷമം പറയാ, ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് 1 മാസത്തേക്ക് നിങ്ങളുടെ ഭക്ഷണമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പോളെ മാസില പറഞ്ഞ് ഇറങ്ങിപ്പോയി. തന്നത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർ അർഹതപ്പെട്ടവരുടെ നമ്മൾ അർഹതയുള്ളത് തന്നെ വാങ്ങാനാണ് പോകുന്നത്. ഈ ഓശാനിച്ചുള്ളത് വാങ്ങാനല്ല. 500 ആവശ്യമില്ല, 5000 കൊടുക്കണം. നമുക്കറിയാമല്ലോ. 100 JCB കേരളത്തിൽ കിടന്നുകൂടാണ്. അറിയാമല്ലോ JCBയുടെ പൈസ എത്ര കിട്ടും നിങ്ങൾക്ക്? എൻ്റെ പൊന്നു സഹോദര, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ആഖിറത്തിൽ നമുക്ക് വിശ്വാസമില്ല. വല്ലാഹി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമുക്ക് വിശ്വാസമൊന്നുമില്ല ആഖിറത്തിൽ. ഈ പാടാൻ പോകുന്ന പെണ്ണുങ്ങൾക്കും ഈ വാപ്പ ഉമ്മ ഒക്കെ ഇവരെ കൊണ്ട് റിയാലിറ്റി ഷോയ്ക്കൊക്കെ വിട്ടിങ്ങനെ പാടിച്ച് അവർ പറയുന്ന വേഷവും ധരിച്ചിട്ട് നെഞ്ചും കാണിച്ചിട്ട് കഴുത്തും കാണിച്ചിട്ട് കുണ്ടിയും കാണിച്ചിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ പാടി തുള്ളി ചാടുമ്പം ബാക്കിയുള്ളവനൊക്കെ ഇരുന്ന് ഇങ്ങനെ രസിക്കുമ്പം വാപ്പാക്കും ഉമ്മാക്കും ഭയങ്കര സന്തോഷമാണ്. പറുതായി വിട്ട് ഈ തലയിൽ ഈ സാമാനം ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന രംഗം, ഇത് നമ്മളെ കൊണ്ടൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. ആലിമീങ്ങൾ പറയേണ്ട നമ്മുടെ ബാധ്യത. നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾ ചീത്ത വിളിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണോ, വിശ്വസിക്കുന്നവരാണോ? വല്ലാഹി ഞാൻ ഈ പറയുന്നത് കേട്ടേ മതിയാവും. എല്ലാ ദിവസവും 17 പ്രാവശ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹ് ഹിദായത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ റബ്ബേ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ റബ്ബേ.
നേരായ വഴിക്ക് വേണ്ടി ചോദിക്കുന്നവരാ. ഹിദായത്തിന്റെ വഴികളിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ ദിവസവും 17 പ്രാവശ്യം ഒതുവെടുത്തിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഓർക്കണേ, ആ ഹിദായത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അറിയോ? എല്ലാ ദിവസവും ചോദിക്കുന്ന വാക്കാണ്. 17 പ്രാവശ്യം ചോദിക്കുമെന്നാണ് ഹിദായത്ത ഹിദായത്ത അല്ലാ ഹിദായത്ത് താൻ. സുബഹിക്ക് കുനൂത്ത് ഓതുമ്പോ ആദ്യമായി പറയുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നീ ആർക്കൊക്കെയാണോ ഹിദായത്ത് വാഗ്ദാനം ചെയ്തത്, ആരെയൊക്കെയാണോ ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചത്, ആ വഴിയിലൂടെ എന്നെയും നീ സഞ്ചരിപ്പിക്കണമേ അല്ലാ. രാവിലെ ഹിദായത്തിന് വേണ്ടിയല്ലേ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്? കൈകെട്ടിയാല് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നത് അത് ദുആയാണ് കേട്ടോ. അതിന്റെ ഇജാബത്താണ്. ബാക്കിയുള്ള 113 സൂറത്തുകൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ സുആല് ചോദ്യമാണ് കേട്ടോ. ബാക്കിയുള്ള 113 അധ്യായങ്ങൾ അതിന്റെ ജവാബാണ് കേട്ടോ. കാര്യങ്ങൾ തിരിയാതെ മനസ്സിലാക്കാതെ നിങ്ങൾ പോയി നമസ്കരിച്ചിട്ട് കാര്യമില്ല മുസ്ലിം സഹോദരാ. നാളെ മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് വെറുതെ ജനങ്ങൾ കുളിപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കുറച്ച് അത്ര പൂശിയിട്ട് കൊണ്ടിട്ടിട്ട് മുസ്ലിയാർ അതിന്റെ അടുക്ക വന്നിരുന്നൊരു യാസീൻ ഓതിയത് കൊണ്ട് നീ രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു ധാരണ നിനക്ക് തെറ്റാ. അങ്ങനെ നീ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നമുക്കിന്ന് നമസ്കാരത്തിന്റെയോ ഈ വഅദ് നസിയത്തിന്റെയോ ഈ സദഖാത്തുകളുടെയോ ആവശ്യമില്ല. ആ ഖബറിന്റെ മയ്യത്ത് ആ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ച് 7 ചുവട്ടടി നീ ഇങ്ങോട്ട് മാറുമ്പോഴേക്കും 2 പേര് കടന്നു വന്നിട്ട് നിന്നെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അന്ന് വരെ അടഞ്ഞു കിടന്ന നിന്റെ കണ്ണ് തുറക്കുകയാണ്. ശ്വാസം വീണ്ടും അല്ലാഹു നൽകുകയാ, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. ആദ്യമായി ചോദിക്കുന്നു, നിന്റെ റബ്ബ് ആരാണടോ? പറ, മറുപടി പറയണം. വിടൂല അല്ലാ. മുസ്ലിമാണോ? വിടൂല പടച്ചവൻ. പടച്ചവൻ വിടൂല. നമ്മളെ ചോദിച്ചോളി, മനസ്സിലായിക്കോളിയും. വെറുതെ അല്ല. അതൊന്നും വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് പഠിച്ച് മനസ്സിലായിക്കോളി. ഒക്കെ വെറുതെ വേസ്റ്റ്. എല്ലാ എണ്ണം പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം മൊത്തം. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. എല്ലാ എണ്ണം പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ മുസ്ലിം പെൺകുട്ടികൾ മൊത്തം പാട്ട് കൂത്ത് അതുമായി ബന്ധപ്പെട്ട് ഡാൻസ്. കല്യാണ വീടുകളിലൊക്കെ എന്താ ഉസ്താദ് വന്ന് നിക്കാഹ് നടത്തി കൊടുക്കുമ്പോൾ അല്ലാഹു ബാറക് അല്ലാഹു അയ്യോ സൗജാൻ അയ്യത്തുഹ സൗജാൻ ബാറക്കല്ലാഹു ലക്കുമ. ഉസ്താദ് അടിവയറ്റിൽ നിന്ന് ദുആ ചെയ്ത് തുടങ്ങുന്നത്. അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ ദുആ വരുന്ന കണ്ട ചൊല്ലക്കം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയിട്ട് മുസ്ലിയാരെല്ലാം പോയോ? എല്ലാവരും പോയോ? ഉസ്താദ് ഇരുന്ന കസേരയും മാറ്റി, പെണ്ണുന്ന കസേരയും മാറ്റി, എല്ലാവരും അതിനകത്തോടെ അടുത്ത പരിപാടിയായി. പുത്തിരി കത്തിക്കലായി, വെടി പൊട്ടിക്കലായി, പാവകട പൊക്കലായി, അവിടെ പിടിക്കലായി, ഇവിടെ പിടിക്കലായി. എൻ്റെ പേര് നിക്കാഹ നടക്ക് ശരിയല്ലേ? നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ, ഞാൻ കേട്ടോളാം. ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആളെന്നും. എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ അബീവേ. എനിക്കിതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഈ പ്രസംഗത്തോട് തന്നെ താല്പര്യമില്ലാതായി. വല്ലാഹി സത്യം, താല്പര്യമില്ലാതായി. എന്തിനു പ്രസംഗിക്കുന്നു? 30 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 30 വർഷമായി. ഈ 30 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിനെല്ലാം ആൾ കൂടുന്നു, എല്ലാ സംഭവം ശരി തന്നെ. ഇത് വീണ്ടും ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യല്ലേ? നിക്കാഹിൻ്റെ സദസ്സിൽ അല്ലാഹുവേ നീ അവർക്ക് 2 പേർക്ക് ഐശ്വര്യം കൊടുക്കണേ, ബർക്കത്ത് ചെയ്യണേ. ആ വാപ്പാക്കും ഉമ്മാക്കും ബർക്കത്ത് ചെയ്യണേ. ആ ഭാര്യയും ഭർത്താവിനും ബർക്കത്ത് ചെയ്യണേ. ആ നവവധുവിനും വരണം നീ ബർക്കത്ത് ചെയ്യണേ. ഈ വാപ്പാക്കും ഉമ്മാക്കും താല്പര്യമില്ലല്ലോ. ഈ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. വാപ്പാക്കും ഉമ്മാക്കെങ്കിലും ഒരു താല്പര്യം വേണ്ടേ? മക്കളെ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും വേണ്ട. ഇസ്ലാമികപരമായിട്ടൊരു നിക്കാഹ് നിങ്ങൾ നടത്തണേ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് നടത്തണേ. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹ് ഇല്ല. പലസ്തീനിലെ യുദ്ധം നടന്നപ്പോ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വലിയ പള്ളിയിൽ നിന്നൊരു സഹോദരൻ ചോദിച്ചാണ്, ഉസ്താദേ അല്ലാഹു ഇസ്രായേലികളോടൊപ്പമാണ് ഉസ്താദേ, നമ്മളോടൊപ്പം ഇല്ല ഉസ്താദേ. എൻ്റെ നേരിട്ട് കേട്ട വാക്കാൻ വെറുതെ പറയല്ല. അല്ലാഹു മുസ്ലിങ്ങളോടല്ല ഉസ്താദേ. ഞാനൊരു തിരുവനന്തപുരം ജില്ല വലിയൊരു പള്ളിയിൽ ജോലി ചെയ്തു. അവിടെ ഒരു സഹോദരൻ പടച്ചവൻ ഇല്ല ഉസ്താദേ. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് കാരണം അയാളുടെ ദുആ സ്വീകരിക്കുന്നില്ല. മുഴുക്കുടിയനാ, എങ്ങനെ ദുആ സ്വീകരിക്കും? നിങ്ങൾ പറയും. പച്ചക്കറി കച്ചവടം ചെയ്ത് തോറ്റ് തൊപ്പിയടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. കടങ്ങളാണ്, രക്ഷയില്ല. എന്നോട് പറയാണ്, ഉസ്താദെ അല്ലാഹ് ഇല്ല, പടച്ചോനൊന്നുമില്ല, മുസ്ലിമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള വാക്കല്ലേ നമ്മുടെ വാക്ക്. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ വാക്കെന്താ? എത്ര മുസ്ലിങ്ങൾ പറയുന്നറിയോ? ചുമ്മാടെ ഇവിടെ ദുആ ചെയ്തു, ഈ ദുആയ്ക്ക് വല്ല ഇജാബത്തുണ്ടോ? ഓ
ആ ദുആ 1000 രൂപ കൊടുക്കുമ്പോൾ ഉസ്താദ് ദുആ ചെയ്യും, അത് വലിയ ഗുണമൊന്നുമില്ല. ഞാനതുകൊണ്ട് ദുആ എന്താണെന്ന് പറഞ്ഞുതരാൻ കേട്ടോളി. നമുക്കിതിനോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്കിതിനോട് വിശ്വാസമില്ല ബീവി, അതതിൻ്റെ അർത്ഥം. എന്താണ് ദുആ? നമ്മൾ അള്ളാഹുവിനോട് 17 പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എവിടെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമസ്കാരം എന്ന് പറയുന്നത് ദുആയാണ് കേട്ടോ. ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിക്കുന്ന നമസ്കാരത്തിൻ്റെ പേര് അത് ദുആയാണ്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശഫാഅത്താ. എങ്കിൽ ബഹുമാനമുള്ളവരെ, ദുആ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് ദുആ ഉൽ ഇബാദ, 2 ദുആ ഉൽ മസ്അല. ഒരാളെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കുമത്രേ. 2 ദുആ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കലാണ്. അതിന് ലിസാനുൽ മഖാൽ എന്ന് പറയാറുണ്ട്. മറിച്ച് ഇബാദത്തിലൂടെ കാര്യങ്ങൾ നേടിത്തരുന്നതിന് ലിസാനുൽ ഹാൽ എന്നാണ് പറയപ്പെടുക. ഒരാൾ സാലിഹായ അമൽ ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു ഓട്ടോമാറ്റിക്കായി പൂർത്തീകരിച്ചു കൊടുക്കും കേട്ടോ. അള്ളാഹു അങ്ങനെ പൂർത്തീകരിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ആരോഗ്യം എവിടെ നിന്നാ ലഭിച്ചത്? ഇന്ന് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ന് നമ്മുടെ ദാഹത്തിനുള്ള ശുദ്ധജലം എവിടെ നിന്നാ? അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ എവിടെ നിന്നാ? നമ്മളിന്ന് ഉറങ്ങുന്ന ആ പാർപ്പിടം എവിടെ നിന്നാ? യാത്ര ചെയ്യുന്ന വാഹനം എവിടെ നിന്നാ? ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് എവിടെ നിന്നാണ്? ഈ ഇബാദത്ത് ചെയ്യുന്നത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇബാദത്തിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരുന്നുണ്ട്. അതിന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് തെളിവാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ അല്ലാ എന്ന് ഇഖ്ലാസോട് കൂടിയാണ് നമസ്കാരത്തിൽ നീ ചോദിക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അതിന് മറുപടിയായി 113 സൂറത്തുകളിലൂടെ അല്ലാഹു അതിന് മറുപടി നൽകുകയാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ഏതാണ് യഥാർത്ഥ പാത? ഏതാണ് യാഥാർത്ഥ്യത്തിൻ്റെ വഴി? ഏതാണ് സത്യത്തിൻ്റെ പാത? എ ഗ്രൂപ്പുകാരൻ പറയുന്നു ഞങ്ങളാണ് സത്യത്തിൻ്റെ വഴി, ബി ഗ്രൂപ്പുകാരൻ പറയുന്നു ഞങ്ങളാണ്, സി കാരൻ പറയുന്നു ഞങ്ങളാണ്, ഡി പറയുന്നു നിങ്ങളെല്ലാം പിഴച്ച് ഞങ്ങൾ മാത്രമാണ്. എൻ്റെ പൊന്നു സഹോദരാ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും മൈക്ക് കിട്ടിയാ പറയാം. പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ജഗത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹ്, അവനല്ലാതെ മറ്റാർക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. അതുകൊണ്ട് അവൻ ഒരു പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യത്തിൻ്റെ വഴി ഏതെന്ന് ആ പ്രവാചകന്റെ നാവിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. ആ വഴികൾ അത് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് അള്ളാഹു പോലും നമ്മളെ അറിയിച്ചിരിക്കെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ കൊണ്ടുപോണേ അല്ലാ എന്ന് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല ദിനേന 17 പ്രാവശ്യം അല്ലാഹയോടാണ് ചോദിക്കുന്നത്. അതിന് അല്ലാഹു നൽകുന്ന മറുപടി എന്തെന്നറിയോ? ഞാനും നിങ്ങളുമല്ല മറുപടി നൽകേണ്ടത്, ഉസ്താദന്മാരല്ല മറുപടി നൽകേണ്ടത്. അല്ലാ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ തന്നെ മറുപടി നൽകണേ അല്ലാ. ഒരുപാട് വഴികൾ ജനങ്ങൾ പറയുന്നു അതാണ് യഥാർത്ഥ വഴി, ഇതാണ് യഥാർത്ഥ വഴി. ഏതാണ് യഥാർത്ഥ വഴി എന്നറിയില്ല റബ്ബേ. എങ്കിലും നാദാ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നേരായ വഴികളിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ റബ്ബേ. അല്ല മറുപടി പറയട്ടെ, അല്ല മറുപടി പറയട്ടെ. നബി തങ്ങളുടെ നാവിലൂടെ നേരായ മാർഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബുദ്ധിയുള്ളവരാണ് നമ്മൾ, അറിവുള്ളവരാണ് നമ്മൾ. അറിവ് കുറഞ്ഞു പോയോ? ആലിമീങ്ങളെ വിളിച്ചിരുത്തി വഅലിന്റെ സദസ്സുണ്ടാക്കിയിട്ട് ഉസ്താദേ എന്താണ് ഹിദായത്തിന്റെ വഴി? നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന നേരായ മാർഗം ഏതാ? അതൊന്ന് അറിയിച്ചു തരൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ച് മരിക്കാനാ, ഒന്ന് അറിയിച്ചു തരുവോ എന്ന് ആലിമീങ്ങളെ പോയി നിങ്ങൾ സമീപിച്ചിട്ട് ചോദിക്കണം. എന്നാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഗ്രൂപ്പ് കളിയല്ല ഇത്, ആഖിറത്തിന്റെ കളിയാണിത്. ചെറിയ കളിയല്ല ഇത്. മരിക്കുന്നത് വരെ നിന്റെ തോന്നിയവാസം നടക്കും. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കോലം വേറെയാ, നിന്റെ രീതി വേറെയാ, നിന്റെ ശൈലി വേറെ
വേറെയാ, നിന്റെ സംഭവ വികാസങ്ങളൊക്കെ വേറെയാ. എന്ന് കണ്ടതുപോലുള്ള സൃഷ്ടികളെയല്ല 6 അടി മണ്ണ് മുതൽ നീ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഖബറിന്റെ ഉള്ളു മുതൽ മഹ്ശർ വരെ നിനക്ക് രക്ഷപ്പെടണോ, അതിനുള്ള വഴി അല്ല തന്നെ നീ ജീവിച്ചിരിക്കുമ്പോ നിന്നോട് പറഞ്ഞു തരുന്നുണ്ട്. ആ വഴി നീ അവലംബിച്ചാ നിനക്ക് കൊള്ളാം. അല്ലാഹ്ക്കോ റസൂലിനോ ഒരു കുറവും ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അള്ളയോട് ചോദിക്കുകയാണ്, അല്ലാ ഇഹ്ദിനാ അസ്സിറാത്തൽ മുസ്തഖീം, നേരായ വഴികളിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ അല്ലാ. ഏതാണെന്നറിയോ? അല്ലാ തന്നെ മറുപടി പറയുകയാണ്, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദാ ഹുദാ ഹുദല്ലിൽ മുത്തഖീൻ. ഏതാണ് ഹിദായത്ത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ ഹിദായത്തിന്റെ വഴി എവിടെയാണ്? അതിന്റെ റൂട്ട് മാപ്പ്, അതിന്റെ മാപ്പ് ഞാനിതാ ആ പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഷെയർ ചെയ്യണേ. കാരണം അത് ഷെയർ ചെയ്യുന്നത് ആരാന്നറിയോ? അൽ മുത്തഖീൻ. ഈ പറയപ്പെടുന്നത് പോലെ ആട്ടും കൂത്തും പാട്ടും സംഗീതവുമായി നടക്കുന്നവൻ അവർക്കത് കാണാൻ പറ്റൂല, അവർക്കത് മനസ്സിലാക്കാൻ പറ്റൂല. കഞ്ചാവടിച്ച് വെള്ളമടിച്ച് പഞ്ചാരയടിച്ച് നടക്കുന്നവന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂല. പലിശ തിന്നുകയും കൊടുക്കുകയും ലോട്ടറി കച്ചവടം നടത്തുകയും ചെയ്യുന്നവന് ഇതിന്റെ യാഥാർത്ഥ്യവും മാധുര്യവും മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവരാരെന്നറിയോ? അൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങളാ, അത് മുത്തഖീങ്ങളാ, അത് മുത്തഖീങ്ങളാണ്. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ്? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അല്ലാ നീ തന്നെ അതിന് മറുപടി പറയണേ. പടച്ചവൻ തന്നെ മറുപടി പറയുകയാ. അല്ലദീന, ആ മുത്തഖീങ്ങൾ ആരെന്നറിയോ? യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 3 ക്വാളിറ്റി അല്ല പറയുകയാണ്. മുത്തഖീങ്ങളെ, നിങ്ങളുടെ 3 ക്വാളിറ്റി അബൂബക്കർ അല്ല പറയുന്നത്, റസൂലുള്ള തങ്ങളല്ല പറയുന്നത്. ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, മരിക്കുന്നത്, നമസ്കരിക്കുന്നത്, ആ റബ്ബ് തന്നെ പറയുകയാ. മുത്തഖീങ്ങളുടെ 3 ക്വാളിറ്റി ഏതെന്നറിയോ? ഒന്ന്, ആഖിറത്തെ കുറിച്ച് അവർ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. പല ഫിലിം സ്റ്റാറുകൾ നമസ്കാരമുള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, അല്ലോ അദ്ദേഹം 5 നേരം നമസ്കരിക്കുന്ന ഒരു ഫിലിം സ്റ്റാറാണ്, ഒരു സിനിമാ നടനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ നമസ്കാരക്കാരനായ സിനിമാ നടനോട് പോയിട്ട് ചില മീഡിയക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ നമസ്കരിച്ചിട്ട് പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അദ്ദേഹം പറയുന്നു, ഇല്ല ഇല്ല, പരലോകത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. പോയില്ലേ? നമസ്കരിക്കുന്നത് എന്തിനാ? സദഖ ചെയ്യുന്നത് എന്തിനാ? ഖുർആൻ ഓതുന്നത് എന്തിനാ? ഒന്നാമത്തെ ക്വാളിറ്റി മുസ്ലിമേ, നീ മുസ്ലിമാണെന്നുള്ളതിന്റെ ക്വാളിറ്റി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള വിശ്വാസം നിന്റെ ഖൽബിൽ വേണം കേട്ടോ. ഒന്ന്, നമ്പർ 1. ഉണ്ടോ? 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 മാഫി ആർക്കും ഇല്ല. മയ്യത്ത് കാട്ടി പോയിട്ട് വാത് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ മയ്യത്തുകാർക്ക് പോയി സലാം പറഞ്ഞതുപോലെ ആയിപ്പോയി. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന മയ്യത്തുങ്കര പള്ളിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് പറഞ്ഞ ആരെല്ലാം മടക്കുന്ന കേൾക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഇതിപ്പോൾ മയ്യത്ത് കാട്ടി പോയിട്ട് ഞാൻ വാത് പറഞ്ഞ പോലെ ആയിപ്പോയി. ആഖിറത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാ ബീവേ. അത് ഹയ്യാണോ മയ്യത്താണോ എന്ന് എനിക്കറിയണ്ടേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മരിച്ചു പോകുന്ന ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അല്ലാഹ് പടച്ചവനെ, അതൊരു സംഭവം തന്നെ. മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓ, അതും കൂടെ ഇല്ല. ഈ 2 കാര്യം നമുക്കില്ലായിരുന്നു. നമ്മുടെ അഹങ്കാരം ചെറുതല്ല. 1, നമ്മൾ മരിച്ചു പോവുക. 2, നമ്മുടെ ആയസ് കൂടിക്കൊണ്ടിരിക്കുക. ഈ 2 ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അഹങ്കാരം എന്തായിരിക്കും?
രോഗം വരാതിരിക്കുക, മരിച്ചു പോകാതിരിക്കുക. ഈ രണ്ട് കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരം പിടിച്ചാൽ കിട്ടുമോ? രോഗം വരാതിരിക്കുക, മരിക്കാതിരിക്കുക. ഈ രണ്ട് കാര്യം അള്ളാഹ് നമുക്ക് ചെയ്ത് എന്തെന്നറിയോ? അള്ളാഹ് നമുക്ക് ചെയ്ത് നല്ലപോലെ കേൾക്കണേ. നീ ഒന്നും അല്ലടാ, നീ വെറും പുഴുവാണ്. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാനാണ്. 1500 കോടിയുടെ ഉടമസ്ഥൻ പോലും പിടഞ്ഞു വീണ് മരിച്ചില്ലേ? കോടിക്കണക്കായ സമ്പത്തിന്റെ ഉടമയ്ക്ക് ഒരു പനി വന്നാൽ സകലതും തകർന്നു പോയില്ലേ? അവനെ കൊണ്ട് സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയോ? സാധിക്കോ സുഹൃത്തുക്കളെ? വലിയ സമ്പന്നനാണ്. ഒരു പനി വന്നാൽ എന്തായി? ഞാൻ തന്നെ ഇപ്പോൾ പനിയുടെ ഗുളി അടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അതിൻ്റെ ചൂടിലാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഡൗൺ ആയി സംഭവം. പനി വന്നാൽ തീർന്നില്ലേ? എത്ര വലിയ സമ്പന്നനാകട്ടെ, ഈ പനിയും അള്ളാഹു ഈ മരണവും തന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മൾ അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ നുരമൂത്ത അഹങ്കാരികളായി മാറിയാനെ. നുരമൂത്ത അഹങ്കാരിയായ ഫിറഔൻ 400 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 400 വർഷം ഈ ഭൂമിയിൽ ഫിറഔൻ ജീവിച്ചു. ഒരു മൂക്കുപനി വന്നിട്ടില്ല, ഒന്ന് തുമ്മിയിട്ടില്ല, ഒന്ന് ചുമച്ചിട്ടില്ല. 400 വർഷം ജീവിച്ചു, ചുമച്ചിട്ടില്ല ഫിറഔൻ. ഫിറഔന്റെ വീട്ടിലെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയിട്ടില്ല. അറിയോ? നിങ്ങൾക്കറിയോ? 400 വർഷം ജീവിച്ചു. മൂസാ നബി എന്ത് ത്യാഗം സഹിച്ചെന്നറിയോ? ആ സമയത്ത് ഫിറഔൻ 400 വർഷം ജീവിച്ചവനാണ്. മനുഷ്യന് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അവൻ അഹങ്കാരിയായി. അല്ലാഹു തആല ഈ രോഗം അവന് നൽകുന്നത് അവൻ അശക്തനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫാ വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്. ഭൂമിയിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിന്നെ നിരാശനായി, നിന്നെ അശക്തനായി, ബലഹീനനായിട്ടാണ് നാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേൽ ശക്തി. ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേൽ ശക്തി. നിരായുധരുടെ മുന്നിൽ പരാജയപ്പെട്ടില്ലേ? നമ്മളൊക്കെ പറയും ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കില്ല എന്ന്. നമ്മളൊക്കെ പറയും ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന്. അള്ളാഹ് ദുആ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ, ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള സാധനം അവൻ്റെ കയ്യിലുണ്ട്. എത്ര നാൾ കൊണ്ട് അവിടെ മൊത്തം തകർക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ തന്നെ പരാജയപ്പെട്ടില്ലേ? ഇപ്പം അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പം തന്നെ പറയാം, നിർത്താം, നമുക്ക് നിർത്തിയേക്കാം, ആഖിർ ദഅ്വാന പറയാം, മതി എന്നായി. ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നമ്മൾ പറയും ദുആ സ്വീകരിക്കൂല. കാത്തിരിക്ക്. പെട്ടെന്ന് നിന്നങ്ങോട്ട് ചെയ്ത ദുആ നാളെ അങ്ങോട്ട് സ്വീകരിക്കൂല. ഇതൊക്കെ അള്ളാഹ് നമ്മളെ പരീക്ഷിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന 1000 രൂപ നിങ്ങൾ കൊടുത്താൽ, ഇത് കൊടുത്താൽ എനിക്ക് ഗുണം കിട്ടുമോ എന്ന വിശ്വാസം നിനക്കുണ്ടോ എന്ന് ആദ്യം അള്ളാഹ് നോക്കുന്നത്. ഞാനിവിടെ മൈക്കിൻ്റെ മുന്നിലൂടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ 1000 പറയും, 2000 പറയും, 3000 പറയും. ഒരു ദുആ കിട്ടാനാണ്. പക്ഷേ നമ്മൾ ആ ദുആയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ, പടച്ചവനെ ഇത് ഞാൻ കൊടുക്കണോ വേണ്ടായോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമോ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദുആ കിട്ടും. പക്ഷേ ഇത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഈ കൊടുക്കണമെന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്? ഏത് കാര്യത്തിന് നിയ്യത്ത് വേണം ഹബീബേ? നിയ്യത്തില്ലാതെ ഒന്നും അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ നടത്തി തരൂല. നിയ്യത്ത് നല്ലതെങ്കിലൊക്കെ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. ഉണ്ടോ? തൗഫീഖ് വേണോ? നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം. നമ്മുടെ നിയ്യത്ത് നന്നാവത്തിടത്തോളം കാലം നമ്മുടെ ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. നമ്മുടെ സദഖ കൊണ്ട് നമുക്കൊരു ഗുണം അല്ലാഹു തആല നൽകുകയില്ല. നിയ്യത്ത് വെച്ചിട്ട് നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. രാവിലെ തഹജ്ജുദ് നിസ്കരിക്കണം നിയ്യത്തോടു കൂടി 4:30 നീ അലാറം വെച്ചിട്ട് കടാ എഴുന്നേക്കാൻ പറ്റിയില്ല. സത്യമായി നീ തഹജ്ജുദ് നിസ്കരിച്ചതിന് കൂലി എനിക്ക് അല്ലാഹു തരും. അള്ളാഹു നിനക്ക് തരും. കാരണം നിൻ്റെ നിയ്യത്ത് അതായിരുന്നു. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണമായിരുന്നു. 4:30 ഞാൻ അലാറം വെച്ചു, പക്ഷേ ഉറങ്ങിപ്പോയി. 5 മണി എഴുന്നേറ്റപ്പോൾ ഉറങ്ങിയപ്പോൾ ബാങ്ക് വിളിച്ചു. പേടിക്കണ്ട, നിനക്ക് അല്ലാഹു തആല തരും. ഇമാമും ജമാഅത്തും കിട്ടണമെന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നീ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പള്ളിയിലേക്ക് പോകുന്നത്. ഒന്നുവെടുത്തിട്ട് പോവാണ്. പോയപ്പം നമസ്കാരം കഴിഞ്ഞു. നിനക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടും. നീ പേടിക്കണ്ട, നീ ആ നിയ്യത്തിൽ പോയവരാണ്. നിന്റെ നിയ്യത്ത് നീ ഒന്ന് നന്നാക്ക്. നമ്മുടെ നിയ്യത്ത് നന്നാവാത്ത കൊണ്ടാണ് പൈസ അത് കൊടുത്തിട്ടും റാഹത്താവാത്തത്, ദുആ സ്വീകരിക്കാത്തത്, നിയ്യത്ത് ശരിയാവാത്തത് കൊണ്ടാണ്. നിയ്യത്ത് ശരിയാക്കണം. ഹദീസിൽ കാണാം, ഒരു സഹാബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു സഹാബി എന്ന് പറയാൻ പറ്റൂല, ഒരു വ്യക്തിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, യാ ഖതീലൽ ഹിമാർ,
നാളെ ആഖിറത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് യാ ഖതീലൽ ഹിമാർ എന്നാണ്. കഴുതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തവനെ എന്നാണ്. എന്താണ് സ്വഹാബാക്കൾ ചോദിച്ചു പോയി, നബിയെ എന്താണ് ഈ സംഭവം? അദ്ദേഹം യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത കൂട്ടത്തിൽ പ്രതിയോഗി ഒരു കഴുതയുടെ മുകളിലാണ് ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നീയത്തുണ്ടായിരുന്നു, ആ കഴുതയെ നമുക്ക് സ്വന്തമാക്കാം, അദ്ദേഹത്തെ നമുക്ക് വധിച്ചു കളയാം. അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ആ കഴുതയെ ഇദ്ദേഹം സ്വന്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ നീയത്ത് ശരിയായില്ല. നാളെ ആഖിറത്തിൽ ഇദ്ദേഹത്തെ അള്ളാഹു വിളിക്കുന്നത് യാ ഖതീലൽ ഹിമാർ, കഴുതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തവനെ എന്നാണ്. കഴുതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തവനെ എന്നാണ്. കാരണം എന്താ? നീയത്ത് ശരിയല്ല. ഇവന്റെ നീയത്ത് ആ കഴുതയെ കിട്ടണമെന്നുള്ള നീയത്തോടു കൂടിയാണ് പോയി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന 8 വർഷം പഠിച്ചുകൊണ്ടിരുന്ന ഒരു മുത്തഅല്ലിമ്, അദ്ദേഹം തൻ്റെ ശിഷ്യനാണ്. ഒരിക്കൽ മഹാനവറുകൾ നടന്നു പോകുമ്പോൾ റോഡിൽ നിന്ന് മണ്ണ് വാരിയിട്ട് വീട് വെക്കുന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. റോഡിൽ കിടക്കുന്ന പൊതുമുതൽ എടുത്ത് വീട് വെക്കുന്നു, മണ്ണെടുത്തിട്ട് വീട് വെക്കുന്നു. ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു, നിനക്ക് ഞാൻ ഇൽമ പഠിപ്പിച്ചു തന്നിട്ട് കാര്യമില്ല. കാരണം നീ ഹറാം സമ്പാദിക്കുന്നവനായി മാറിപ്പോയി, പൊതു മുതലെടുത്ത് നീ ഉപയോഗിക്കുന്നവനായി. അതുകൊണ്ട് 8 വർഷം തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച തൻ്റെ സഹോദരൻ, തൻ്റെ വിദ്യാർത്ഥിയെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആ മദ്രസയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ്. പൊയ്ക്കോ, നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ? നിനക്ക് ഇൽമ പഠിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിന്റെ ഇൽമ പഠിച്ചതിൻ്റെ ലക്ഷ്യം എന്താ? ദുനിയാവ് സമ്പാദിക്കലാണ്. വഅദ് പറയുന്ന ഉസ്താദന്മാർ അവരുടെ ലക്ഷ്യം ഇൽമ പഠിക്കുന്നത് കൊണ്ട് ഇന്ന് മദ്രസകളിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ, മദ്രസകളിൽ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഞാൻ വലിയ ഒരു ഖാരിയായിട്ട് എനിക്ക് നല്ല ഖുർആൻ ഓതണം, അങ്ങനെ എനിക്ക് പ്രശസ്തി കിട്ടണം എന്ന നീയത്തോടു കൂടിയാണ് ഓതുന്നതെങ്കിൽ പ്രശസ്തിയും പ്രതാപവും അവാർഡും കിട്ടും. അള്ളാന്റെ അടുക്കൽ നമുക്ക് ഒന്നും കിട്ടൂല. ഇൽമ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു വലിയ പ്രാസംഗികനാവണം, യൂട്യൂബിൽ അറിയപ്പെട്ട പ്രഭാഷകനാകണം, 10,000 രൂപ വാങ്ങണം, ആളുകളെ തടിച്ചുകൂടണം എന്നുള്ള നീയത്തോടു കൂടിയാണ് ഇൽമ പഠിക്കുന്നതെങ്കിൽ ദുനിയാവിൽ നീ ആഗ്രഹിച്ചതെല്ലാം അള്ളാഹു നൽകും. പക്ഷേ ആഖിറത്തിൽ നിനക്ക് ഒരു ചുക്കും അള്ളാഹു നൽകൂല. നേരെ നരകത്തിലേക്ക് വലിച്ചെറിയും. നാളെ ആദ്യം നരകം കത്തിക്കുന്നത് ഇതേപോലെ അഹങ്കാരിയായ ഒരു ആലിമിനെ കൊണ്ടാണ്. പഠിച്ചവൻ കാത്തിരിക്കട്ടെ. അള്ളാഹ് നീ കാത്തിരിക്കണേ പഠിച്ചവനെ. അള്ളാഹ് നീ കാത്തിരിക്കണേ. നീയത്ത് വേറെ, നീയത്ത് വേറെ. നീയത്ത് നല്ലതല്ല. നീയത്ത് നല്ലതല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹ് നമ്മുടെയൊക്കെ നീയത്തും നമ്മുടെ സദഖകളൊക്കെ നന്നാക്കി തട്ടെ. മക്കളെ ഉണ്ടാക്കി ഒരുപാട് പേരെടുത്ത് പറഞ്ഞ നല്ല പാട്ട് പാടാനൊരു തൗഫീഖ് കൊണ്ട് ദുആ ചെയ്യണം ഉസ്താദേ. റിയാലിറ്റി ഷോയിൽ ഇതൊക്കെ കണ്ടിട്ട് ചങ്ങാതിയൊക്കെ പൊട്ടിയ ക്ലാസ് എല്ലാം മൊത്തത്തിൽ പൊട്ടി കിടക്കുകയാണ് അബീവേ. എല്ലാം പൊട്ടിപ്പോയി, തകർന്ന് തരിപ്പണായി സംഭവം. കുല്ലുമൻ അലൈഹ ഫാൻ. വെള്ളം ഒഴിക്കുന്ന ക്ലാസ് ആയിരിക്കും. 5 മിനിറ്റ് വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. നാളെ മക്കൾ, പാപ്പ, ഉമ്മമാരുണ്ടല്ലോ കനാലിൻ്റെ അപ്പുറത്ത്, ശ്രദ്ധിച്ചോ? അതാണ് ഒരു ആയത്ത് ഞാൻ ഓതാൻ പോവാണ്. മക്കളെ പാപ്പന്മാരൊന്ന് ശ്രദ്ധിച്ചോളി, ഒരു ആയത്ത് ഓതാൻ പോവാണ്. മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബാസ് കുറച്ചില്ലേ? ബാസ് കുറച്ച് ട്രിബിളാക്കി കുറച്ചുകൂടെ തൊണ്ട പിടിക്കുന്നു. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഇതിനാണ് മുത്തഖീങ്ങളുടെ അടയാളം. എന്താ? ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞത്. 3 ക്വാളിറ്റി പറഞ്ഞതിൽ ഒന്നാമത് അദൃശ്യമായ ലോകത്തെ കൊണ്ട് വിശ്വസിക്കണേ, ഖബർ മുതലുള്ള ജീവിതത്തെ കൊണ്ട് വിശ്വസിക്കണേ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെങ്ങാനും നിങ്ങളുടെ കൈ കൊണ്ട് പിഴച്ചു പോയാൽ നാളെ ആഖിറത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ആ മാതാപിതാക്കൾക്കെതിരെ ആ മക്കൾ ചെയ്യുന്ന ദുആയാണ് ഞാനിപ്പോൾ ഓതിയത്. MBBS പഠിപ്പിച്ചു, MA പഠിപ്പിച്ചു, MTech പഠിപ്പിച്ചു,
ഏറ്റവും വലിയ എഞ്ചിനീയറാക്കി, ഏറ്റവും വലിയ IPS IAS ഒക്കെ വാങ്ങി, ദുനിയാവ് മുഴുവനും അവന് കിട്ടി. ദുനിയാവിൽ വാപ്പാക്ക് പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി. വാപ്പായും മരിച്ചു, മോനും മരിച്ചുപോയി. പക്ഷേ അവർക്ക് ഇസ്ലാമോ ദീനുമായോ പേരല്ലാതെ മറ്റു ബന്ധമില്ല. മരിച്ച സമയത്ത് അടക്കാൻ മയ്യത്തുങ്കര പള്ളിയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ പള്ളിക്കാട്ടിലേക്ക് അവരെ രണ്ടുപേരെയും കൊണ്ടടക്കി. അവിടെ മലക്ക് വന്ന് അവരെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ലാ ദിരിഹാ. അങ്ങനെ ഒരാളുണ്ടോ? ഹാ ലാദിരി. അങ്ങനെ ഒരാളുണ്ടോ? വിളിച്ചു പറയാൻ ലാദിരി. ആരും പറഞ്ഞതില്ല, ആരും പഠിപ്പിച്ചില്ല. മഹ്ശറയിലേക്ക് കൊണ്ടുവരികയാണ്. വാപ്പായെയും ഉമ്മായെയും മക്കളെയും പിടിച്ചു നിർത്തുകയാണ്. മക്കളെ, നിങ്ങൾ ചെയ്ത അനീതിയും അധർമ്മത്തിൻ്റെയും പേരിൽ, അള്ളാഹുവിനെ അനുസരിക്കാത്ത വഴിപ്പെടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസമൊക്കെ കൊള്ളാം, പക്ഷെ അതിലൂടെ അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നരകമാണ് കേട്ടോ. അള്ളാഹു വിധി നിർണയം നടത്തുമ്പോ ആ മക്കള് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉമ്മയാണ്. വല്ലാഹി ഖുർആനാണ് കേട്ടോളി, ഞാൻ വെറുതെ പറയല്ല, നല്ലപോലെ മനസ്സിലായിക്കോളി. ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഖുർആൻ പറഞ്ഞ വാക്കാണ്. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. എനിക്കിതൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. നാളെ ഇത് പറഞ്ഞു കൊടുത്തില്ല എന്നാണ്, ഞങ്ങൾ പൈസ ഇവിടെ പിരിക്കുന്നില്ല എന്നുള്ള വിഷയമല്ല. വേണമെങ്കിൽ മനസ്സിലായിക്കോളി. എല്ലാത്തിനും പാട്ട്, എല്ലാത്തിനും ഖുർആൻ. ഇന്നലെ ഇവിടെ ഖുർആൻ വിസ്മയം നടത്തിയല്ലോ, എത്ര പേരുണ്ടായി. എന്ത് രസമാണ് ഖുർആൻ ഓതാൻ. ഒരു കിളവൻ, ഒരു 68 വയസ്സുള്ള ഒരു കിളവൻ ഇപ്പോൾ ഖുർആൻ ഓതുന്ന യൂട്യൂബിലൂടെ എന്ത് രസമാണ് കേൾക്കാൻ. എല്ലാവരും ഇപ്പോൾ അതൊരു വലിയ രസമാക്കിയിട്ടിരിക്കുന്നത്. എന്ത് കേൾക്കാൻ എന്ത് രസം. കിളവൻ കിളട് എല്ലാം നരച്ച് ഷുജാഉൽ അക്ര പോലെ തലയിൽ മുടിയൊന്നുമില്ല, കഷണ്ടിയായി. എന്ത് രസം കേൾക്കാൻ ഖുർആൻ. നിങ്ങളവൻ ഓതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാവോ? നമ്മുടെ കാക്കാമാർ എത്ര ഓതുന്നുണ്ട് ഖുർആൻ ഒരു ദിവസം? എത്ര ഖുർആൻ ഓതുന്നുണ്ട്? ഒരു ജുസു ഓതുന്നുണ്ടോ? ഒരു 100 ആയത്ത് ഓതുന്നുണ്ടോ? ദുആ ചെയ്ത് അയ്യാക്ക് ഇപ്പോൾ ഉടനെ സ്വീകരിക്കണം പോലും മനസ്സില്ല ഇപ്പം അങ്ങോട്ട് സ്വീകരിക്കാൻ. ഇപ്പം ഇയാൾക്ക് അങ്ങോട്ട് ദുആ ചെയ്യാൻ സ്വീകരിക്കും. ഒരു ജുസു ഖുർആൻ ഓതിയവർ ആരുണ്ട്? ഒരു ദിവസം ഒരു ജുസു ഖുർആൻ ഓതിയവർ? അള്ളാഹയോടുള്ള ഹക്കുകൾ നിറവേറ്റാതെ ഒന്നും അള്ളാഹ് നമ്മുടെ കാര്യം നടത്തി തരൂല. അബിവേ അടി അടിപ്പിക്കും, നല്ല അടി അടി. നമ്മളൊക്കെ ഉത്തരേന്ത്യയിൽ അവന്മാരെ കെട്ടി ഇടിച്ചു കൊല്ലുന്നല്ലോ, അവന്മാരെ ഇടിച്ചു കൊല്ലുന്നല്ലോ. ഓരോരുത്തന്മാരുടെ പേരെന്താ? അത്താഉല്ലാ ഹുറാസാൻ, ഹസാൻ ഹുസാൻ. വായിലെങ്ങും കൊള്ളാത്ത പേര്. ഇവന്മാരെല്ലാം വായിലെ തമ്പാക്കിട്ട് സംസാരിക്കുന്നല്ലോ, ബംഗാളി കത്തക്കോസികളുടെ സംസാരം പോലെ തന്നെയാണ് എൻ്റെ പേരും. വായിലും കൊള്ളില്ല. ഒറ്റ ഒരെണ്ണത്തിന് പള്ളി എന്താ, ഈമാൻ എന്താ, ഇസ്ലാം എന്താ അവനറിയില്ല. പള്ളിയുടെ പരിസരത്ത് താമസിച്ചാലും പള്ളി കയറൂല. പിന്നെ മറ്റന്മാരെ കൊണ്ട് അള്ള അടിപ്പിക്കാതിരിക്കും. നമ്മൾ വിചാരിക്കും ഇവൻ അടിച്ചു കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. അള്ള ചെയ്യുന്ന പണിയാ ഹബീബ ഇത്. നിനക്ക് സ്വർഗം തരണോ? ഫ്രീ ആയിട്ടൊന്നും കിട്ടൂല. 2 കുത്ത് അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നീ മരിച്ചിഞ്ഞു വാ, ഞാൻ തരാം. ചുമ്മാ കിട്ടൂല. നാളെ വാപ്പ ഉമ്മ, അക്ക, കനാലിന്റെ അപ്പുറത്തിരിക്കുന്ന അക്ക, നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ അള്ളാന്റെ മുന്നിൽ പറയാൻ പോകുന്ന ആയത്താ ഓതാൻ പോകുന്നത് കേട്ടോളി. അത്താമാർ ഓർത്തോളി. ഈ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. നിനക്ക് പഠിപ്പിച്ചിട്ട് എന്താ ഗുണം കിട്ടുന്നത്? ഗുണം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാ, ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളുടെ വാപ്പായെ ഉമ്മായെ ഒന്ന് കാണിച്ചതാ. ഞങ്ങളുടെ കാലിൻ്റെ കീഴിൽ അവരെ ഇട്ട് ഞങ്ങളൊന്ന് ചവിട്ടി മതിക്കട്ടെ. ഞങ്ങളെ പിഴപ്പിച്ചത് അവരാണ്. പടച്ച റബ്ബേ, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ കാരണകർ, ഞങ്ങളുടെ രക്ഷകർത്താവ്, ഞങ്ങളുടെ കാരണവർ എന്ന നിലയിൽ ഞങ്ങളുടെ വാപ്പായെ ഉമ്മായെ ഞങ്ങൾ അംഗീകരിച്ചു പോയി. അവര് പറയുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു പോയി. അല്ലാഹ് സബീല, അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. റബ്ബേ, ഞങ്ങൾ സ്വമേധയാ പോയതല്ല. അല്ലാഹ്, മോളെ പോയി പാട്, മോളെ പോയി ഡാൻസ് ആട്, മോളെ പോയി മിമിക്രി കളിക്ക്. അള്ളാഹുവിൻ്റെ അടുക്ക് വലിയ സ്ഥാനം ഉണ്ടാകും, ദുനിയാവിൽ വലിയ സ്ഥാനം ഉണ്ടാകും, യൂട്യൂബിൽ നിനക്ക് വലിയ
റേഞ്ച് ഉണ്ടാകും, യൂട്യൂബിൽ പ്രശസ്തിയായിട്ട് നീ മാറും. അതുകൊണ്ട് പൊന്നു മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് അല്ലാ ദുനിയാവിലെ പേരും പ്രശസ്തിക്കും വേണ്ടി ഞങ്ങളെ വഴികേടിലേക്ക് നയിച്ചത് ഞങ്ങളുടെ വാപ്പായും ഉമ്മായുമാണ് റബ്ബേ. തീർന്നില്ല. അതുകൊണ്ട് അല്ലാ വആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ. എൻ്റെ അത്തച്ചിക്ക് കൊടുക്കണേ, അമ്മച്ചിക്ക് കൊടുക്കണേ, വാപ്പിച്ചാക്ക് കൊടുക്കണേ, ഉമ്മിച്ചാക്ക് കൊടുക്കണേ. കാരണം അവരാണ് ഞങ്ങളെ പഠിപ്പിക്കാതെ ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത നിലയിൽ ദുനിയാവിൻ്റെ രസാനുഭൂതികളിൽ ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളുടെ വാപ്പായും ഉമ്മായുമാണ് റബ്ബേ. ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്നതിൻ്റെ ഡബിൾ ശിക്ഷ അവർക്ക് കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, അവരെ നീ ശക്തമായി ശപിക്കുകയും ചെയ്യണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. വാപ്പ ഉമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത്, അവരെ പഠിപ്പിച്ച്, കല്യാണം കഴിപ്പിച്ച്, വീട് വെച്ച് കൊടുത്ത്, വണ്ടി എടുത്ത് കൊടുത്ത്, 2.5 കോടി കൊടുത്ത് കല്യാണം എല്ലാം കഴിപ്പിച്ച് നാളെ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ഇവിടെ പെടലേക്ക് പിടിച്ചിട്ട് ചോദിക്കും, ആണോ പറയുന്നത്, ശരിയാണോ, ശരിയാണോ? അവിടെ കള പറയാൻ പറ്റൂല മോനെ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പറ റഖീബേ അതീദേ, ഇവരീ കാണിച്ചു കൂട്ടിയത് ശരിയാണോ എന്ന് നീ പറ. പഠിപ്പിച്ച് ചട്ടിയും പ്രൈസറും ഇട്ട് ഡാൻസ് പാടിപ്പിച്ച് ബാക്കി സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം കണ്ട് രസിച്ച് അത് യൂട്യൂബിലൂടെ കണ്ട് ദുനിയാവിൽ കുറച്ച് പേര് കിട്ടി നാളെ മരിച്ച് ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നിടം മുതൽ ഈ വാപ്പായെ പിടിച്ചിടിക്കുമ്പം ഈ വാപ്പാടെ ഖബറിൻ്റെ ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോനുണ്ടാവില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നീ കുറച്ച് നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പെരുന്നാൾ നിസ്കരിച്ചിട്ടും കാര്യം, നോമ്പ് പിടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആദ്യം വിശ്വസിക്കുക. വിശ്വാസം ആദ്യം നന്നാക്കിയിടുന്നു. ചുമ്മാ ജുബ്ബയും തലപ്പായും വെച്ച് നടന്നിട്ട് കാര്യം എന്ത്? ആഖിറത്തെ കൊണ്ട് വിശ്വാസം ഉണ്ടോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പോയേ പറ്റുള്ളൂ മോനെ, പോയേ പറ്റുള്ളൂ മോനെ, ആരും വരൂല. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ശരിയല്ലേ, ശരിയല്ലേ? ഓർമ്മയുണ്ടോ? പറയ, പാട്ട് കേട്ടിട്ടുണ്ടോ? മണി പാടിയതാ മോനെ ദിനേശ, മണി പാടിയതാ, മണി പാടിയതാ. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ഇക്ക മരിച്ചാല് ഇത്ത വരുവോ സഹോദര? വരുവോ? മയ്യത്തിങ്കര പള്ളിയിലോ ഷാഫിപ്പള്ളിയിലോ അനവിപ്പള്ളിയിലോ ഈ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് കൊണ്ടടക്കുമ്പോ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാനല്ലാതെ ഭാര്യയ്ക്ക് മറ്റെന്ത് മറുപടിയാണ്? ഈ ഭാര്യ പറയട്ടെ, എൻ്റെ പൊന്നിക്ക, നിങ്ങളായിരുന്നു എൻ്റെ അഭയം, എൻ്റെ ആശാകേന്ദ്രം, എല്ലാം എൻ്റെ ഇക്കയായിരുന്നു. എന്നെ വിട്ടിട്ടിതാ തനിച്ചൊരു യാത്രയ്ക്ക് പോവുകയാ. ഞാനില്ലാതെ നിങ്ങളില്ല, നിങ്ങളില്ലാതെ ഞാനില്ല. അങ്ങനെ ജീവിച്ചവരായിരുന്നില്ലേ? ഇതാ ആ പെണ്ണിനെ വിട്ടിട്ട് ഈ ചെറുക്കൻ തനിച്ചു പോവുകയാണ്. കൂട്ടിന് ഞാനും വന്നോട്ടെ എന്നൊരു വാക്കുപോലും ആ ഭാര്യ പറയൂല. പറയോ? മക്കള് പറയോ? പറയോ? ജ്യേഷ്ഠം പറയുവോ, അനിയൻ പറയുവോ? സുഹൃത്തെ, 3 പേര് ട്രിപ്പിൾ അടിച്ച് ബൈക്കിൽ പോകുമ്പോൾ വണ്ടി ഇടിച്ചു. ഒരുത്തൻ മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു. ആ മരിച്ചവന്റെ മയ്യത്തുമായി 2 പേരും പോവുകയാ. എടാ അളിയാ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്, നമ്മൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒരു കട്ടിലിൽ കിടക്കുന്നവരാണ്, ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണ്, എവിടെ യാത്ര ചെയ്താലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാ. ഞാൻ മരിച്ചുപോയി മോനെ, നിന്നോടൊപ്പം ഞാനും വരട്ടടാ അളിയാ. പറയോ? ആരും പറയൂല.
ഖബർ കാണുമ്പോൾ അവന് പേടിയാണ്. എത്ര സ്നേഹിച്ചവരായാലും, എത്ര ആദരിക്കപ്പെട്ടവരായാലും, എത്ര വിശ്വാസമുള്ളവരായാലും, സഹയാത്രികരും സഹപ്രവർത്തകരും ആരുമാകട്ടെ, മരിക്കുന്നത് വരെയേ ഉള്ളു കേട്ടോ. ഈ ദുനിയാവിൽ എത്രത്തോളം സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചവരായാലും, അധികാരത്തിന്റെ സോപാനത്തിൽ വിരാജിച്ചവരായാലും, കണ്ണടഞ്ഞാൽ റൂഹ് പോയാൽ എല്ലാം തീർന്നുപോയി മക്കളെ. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടേ? ആ ഖബർ വരെ നാട്ടുകാർ വരും. 10,000-കണക്കിന് മക്കള് ആ ഖബർസ്ഥാൻ വരെ വരും. ആ 10,000-ത്തില് ഒരാൾ പോലും അളിയാ നിന്നീ ഒറ്റയ്ക്കാണല്ലോ, ഞാനും നിന്നോടൊപ്പം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ പോലും അവനോടൊപ്പം ആ ഖബറിൽ കിടക്കൂല. കിടക്കോ? എത്ര വലിയ ആത്മാർത്ഥമുള്ളവനാണെങ്കിലും മയ്യത്ത് നിസ്കരിക്കും, ഖബറിന്റെ കുറവും, അവസാനം എൻ്റെ വായിൽ 3 കോടി മണ്ണ് വരിയിടും. തീർന്നു. അവൻ മാത്രം. അവിടെ മുതലാണ് ഇസ്ലാമിന്റെ തുടക്കം. ഓർത്തോ, ഇന്ന് വിശ്വസിക്കാത്തവനും, ഇന്നിതിനെ അംഗീകരിക്കാത്തവനും, ഇന്നിതിനെ ഉൾക്കൊള്ളാത്തവനും അള്ളാഹുവാണ് സത്യം. അന്ന് അബൂബക്കർ അവിടെ നിന്ന് പറഞ്ഞത്, അതിന്റെ യാഥാർത്ഥ്യം ഞാൻ ഇപ്പോ മനസ്സിലാക്കി. ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നവൻ പറയും, അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഒന്നും മടക്കി കൊണ്ടുവാ പടച്ച റബ്ബേ. ഇവർ എല്ലാ വർഷവും വാത് വെച്ച് ഞങ്ങൾ ഇത് കേൾക്കാൻ പോകുമായിരുന്നു. യൂട്യൂബിലൂടെ വീട്ടിലിട്ട് കേട്ടതൊക്കെയാണ്. പക്ഷേ ഇതിന്റെ ഗൗരവം ഇത്രത്തോളം വലുതാണെന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. പ്ലീസ് പടച്ച റബ്ബേ, ഒന്ന് മടക്കി അയക്കണേ അല്ലാ. ഇനി നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചോളാം പടച്ചവനെ. അല്ലാഹി പറയും ഖബറിൽ വെച്ച്, ലാ ഖദ് ഉമ്മിറത മാ കുൻത മുഅമ്മറാ. ദുനിയാവിൽ നിനക്ക് കുറച്ച് സമയം തന്നിരുന്നല്ലോ, ആ സമയമൊക്കെ തീർന്നുപോയി മനുഷ്യ. ഇനി നീ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ശിക്ഷ ഖിയാമം വരെ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണം. നിന്നെ ഈ ദുരിത കയത്തിലേക്ക് നയിച്ച ഒരൊറ്റ കൂട്ടുകാരനോ നിന്നോടൊപ്പം ഉണ്ടാവൂല. ഒറ്റയ്ക്ക് ഈ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്ന് നീ അനുഭവിച്ചോ. ഇതിനാണ് നമ്മൾ ദുആഉൽ ഇബാദ, ഇബാദത്തിലൂടെ ദുആ ചെയ്ത് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത്. ഹബീബെ, വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ നിസ്കരിക്കരുത്. വല്ലാഹി നിസ്കരിച്ചിട്ട് കാര്യമില്ല. ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എന്താണ് നിസ്കരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ട് നിസ്കരിക്കണം. അല്ല നിസ്കരിക്കരുത്. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്. അതാ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കും, പന്ത് കളിക്കും, ഫുട്ബോൾ കളിക്കും, ക്യാരംസ് കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, പള്ളിയിൽ ജമാഅത്ത് നടക്കും. നിസ്കരിക്കാൻ പള്ളി പോലെ ചെറുപ്പക്കാർ. എന്താ കാരണം? അവന് ഖബറിൽ അതിനെക്കുറിച്ച് വിശ്വാസമില്ല. മാർക്കം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഖബറിൽ അവന് വിശ്വാസമില്ല. ഖബറിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, യാ റബ്ബ്, ഈ കാട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണ്, എന്നെ സഹായിക്കാൻ. ഈ ക്യാരംസ് ബോർഡ് കളിക്കുമ്പോൾ ഒറ്റൊരുത്തനും അവിടെ ഉണ്ടാവില്ല. ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരുത്തനോട് ഉണ്ടാവില്ല. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരൊറ്റ ഒരുത്തനും അവിടെ ഉണ്ടാവില്ല. എന്റെ കൂട്ടത്തിൽ എന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് ആ മുഅദ്ദിൻ വിളിക്കുന്ന ആ നമസ്കാരം മാത്രമാണ്. ഈ കൊടുക്കുന്ന പൈസ മാത്രമാണ്. 1 രൂപ നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്തോ, ഇത് നിങ്ങൾക്ക് ഖബറിൽ കാണാം. വല്ലാഹി കാണാം. ഇത് കണ്ടിട്ടേ നിങ്ങൾ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുള്ളൂ. ഇവിടെ വെച്ചും തരൂല. ഇവിടെ വെച്ചാൽ ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അല്ലാഹു നോക്കാനാ നിന്നെ, പരീക്ഷിക്കാനാ നിന്നെ. തീർച്ചയായിട്ടും പരീക്ഷിക്കാനാ. നീ കൊടുത്ത് മുടിഞ്ഞു പോയോ? നീ കൊടുത്ത് അള്ളാന്റെ കോപം വാങ്ങാനാണോ, അള്ളാന്റെ ഇഷ്ടം വാങ്ങാനാണോ അറിയിക്കാൻ നീ കൊടുക്കും തോറും നിന്നെ അള്ളാഹ് ചിലപ്പോൾ പരീക്ഷിക്കും. നിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അലിഫ് ലാം മീം അഹസിബൻ നാസ് അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്.
ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളാണ്, സംരക്ഷകരാണ്, നടത്തിപ്പുകാരാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടവരാ, ഞങ്ങൾ പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമകളാ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണം വരാതിരിക്കുവോ? ഇല്ല, പരീക്ഷണം വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തന്നെയായിരിക്കും പരീക്ഷണം. നമസ്കരിക്കാത്തവന് പരീക്ഷണം കാണൂല, നമസ്കരിക്കുന്നവനെയാണ് അല്ലാഹു പരീക്ഷിക്കുക. സദഖ ചെയ്യാത്തവന് പരീക്ഷണം കാണൂല, സദഖ ചെയ്യുന്നവനാണ് അല്ലാഹു പരീക്ഷിക്കുക. ഖുർആൻ ഓതാത്തവന് ഒരു കുരു അവന് വരൂല, ഖുർആൻ ഓതുന്നവനാണ് അല്ലാഹു അസുഖം കൊടുക്കുക. എന്തിനാണ് അവൻ സബറുള്ളവനാണോ ക്ഷമയുള്ളവനാണോ എന്ന് അള്ളാഹു അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റിൽ അവൻ വിജയിച്ചാൽ മോനെ കണ്ണൊന്നടഞ്ഞു കിട്ടിയാ മതി, ആ ഖബർ മുതൽ സ്വർഗം വരെ നിനക്ക് സുഖമാണ്. അവിടെയാണ് നിനക്ക് സുഖം വേണ്ടത്, ഇവിടെയല്ല. ഇവിടെ നമുക്ക് നാട്ടുകാരുണ്ട്, സാധു സഹായ സമിതിയുണ്ട്. ഖബറിന്റെ ഉള്ളിൽ ഈ സഹായികളോ ഈ സമിതികളോ ഇതിന്റെ സംഘാടകരോ ഈ പറയുന്നവനോ ഒരുത്തനും കാണൂല. അവിടെ നിന്നോടൊപ്പം ഉണ്ടാകുന്നത് നീ കൊടുത്ത സദഖയാണ്, നീ കൊടുത്ത പാലാണ്, നീ കൊടുത്ത മുസല്ലയാണ്, നീ കൊടുത്ത ഓരോരോ ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ ഓഹരിയാണ്. അതൊക്കെയാണ് ഖബറിലേക്ക് വരുന്നത്. അത് അല്ലാഹു ഒരുപക്ഷെ ഇവിടെ നിനക്ക് തരാതെ പിടിച്ചു വെക്കും. നിന്റെ ഈമാനൊന്ന് പരീക്ഷിക്കാനാണ്. അതിൽ നീ വിജയിച്ചോ അൽഹംദുലില്ലാ. നീ ആരും നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിലും ആ ഖബർ മുതൽ സ്വർഗം വരെ നീ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി സ്വന്തം മോനെ അറുക്കാൻ അല്ലാഹു പറഞ്ഞത് ഒരു മോനെ അറുത്തിട്ട് കണ്ട് രസിക്കാനല്ല. മക്കളില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഇബ്രാഹിം നബിയോട് ഒരു മോനെ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവരാൻ പറഞ്ഞു. 10-12 വയസ്സായി. അവന്റെ പുഞ്ചിരിയൊക്കെ കണ്ട് കുഞ്ഞളം കൈക്ക് പിടിച്ച് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവനെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ സന്തോഷാധിക്യത്താൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിമേ ആ മോനെ എനിക്ക് വേണ്ടി നീ അറുത്തു മാറ്റടോ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടും പള്ളിക്ക് കൊടുക്കണേ മദ്രസയ്ക്ക് കൊടുക്കണേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സനുവദിക്കുക? പറ്റൂല. പരീക്ഷിക്കാനാണ് നീ കൊടുക്കുന്നുണ്ടോ ഇല്ല നല്ല അറിയാൻ. ഇബ്രാഹിം നബിയുടെ മോനെ അറുത്തള്ളേ കാണിക്കാനെന്നോ? ഇബ്രാഹിം നബിയുടെ മോനെ അള്ള കൊണ്ടുവന്ന് കൊടുത്തു. ഇബ്രാഹിം മോനെ അറക്ക്. യാ റബ്ബി, മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ നിന്നോട് ചോദിച്ചു നീ തന്ന പൊന്നുമോനാണ്. അവൻ ഇതാ ചിരിച്ചും കളിച്ചും ഒക്കെ വളർന്നു വരുമ്പോ നീ അറുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് റബ്ബേ, ഇത് ന്യായമാണോ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചില്ല, പറഞ്ഞില്ല, ചിന്തിച്ചില്ല. കണ്ടോ 2000 രൂപയുടെ ഒരു ആടിനെ അറുത്ത് കൊടുക്കാൻ നമ്മൾ പറയുമ്പം ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ, ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ. ICUവിൽ കയറ്റി അല്ലാഹു ഇവനെ ടൈറ്റാക്കും. ICUവിൽ കയറ്റി ടൈറ്റാക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. അല്ലാഹു പരീക്ഷിക്കണം നബിയേ. വലയഅലമന്നല്ലദീന സബറു, ആരാണോ സബറുള്ളവരെന്ന് അല്ലാഹു തആല മനസ്സിലാക്കാൻ വേണ്ടി, വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കള്ളനാണെന്നറിയാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ വെച്ച് നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ തരും. ഫലസ്തീനിന്റെ മക്കൾ, കുഞ്ഞു മക്കളടക്കം പെടഞ്ഞു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞു ഒളിച്ചോടാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു പറയുന്നുണ്ടോ മരിക്കല്ലേ, ഈ ഹമാസുകാർ കാണിച്ച തെമ്മാടിത്തരമാണെന്ന്? ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ അവിടെ പറയാറുണ്ടോ? 11 വയസ്സുകാരനായ കുഞ്ഞുമോനോട് ഇന്ത്യക്കാരൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? സ്വർഗത്തിലാണ്. ഉമ്മ എവിടെ? സ്വർഗത്തിലാണ്. എനിക്കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ മോനെ മലപ്പുറത്തുള്ള ഒരു ചങ്ങാതി ഫലസ്തീന് സന്ദർശിക്കാൻ പോയപ്പോൾ അവനെ കണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് നീ ഞങ്ങളിലേക്ക് വാ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി നിന്നെ പഠിപ്പിക്കാം, ഡോക്ടറാക്കാമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല, എനിക്കെൻ്റെ ഉമ്മ ഉപ്പയോടൊപ്പം ഷഹീദാവണമെങ്കിൽ ഈ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നേ മതിയാവൂ.
അതാണ് ആ പൈതലുകളുടെ ഈമാൻ. കുഞ്ഞുമക്കളടക്കമുള്ളവർ വീഡിയോ എടുത്തിട്ട് അല്ലാഹുവേ ജിഹാദ് ചെയ്ത് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമുള്ള കുഞ്ഞുമക്കൾ ഖുർആന്റെ ആയത്ത് ഓതി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവർ തക്ബീർ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെയും ആ പദവിയിൽ എത്തിക്കണേ അല്ലാ. കുഞ്ഞുമക്കളടക്കം 5000-ഓളം കുഞ്ഞുമക്കൾ മരിച്ചു പോയെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചതല്ലേ, ഈ കുഞ്ഞുമക്കളൊക്കെ മരിച്ചു പോയാൽ ഇവരുടെ ഉത്തരവാദിത്തം ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ യഖ്ഫുലുഹും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറയാണ് ഈ കുഞ്ഞുമക്കളുടെ ഉമ്മയായി നാളെ ഖിയാമത്ത് നാൾ വരെ സ്വർഗം വരെ ആ മക്കളെ പരിചരിക്കുന്നത് അവരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5000-ഓളം വരുന്ന ഫലസ്തീനിന്റെ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിമാണ്, വസൗജത്തുഹു ഹാജറയാണ്. ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ? ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ? അതുകൊണ്ടാണ് ആ ഇബ്രാഹിമിനോട് പറഞ്ഞത്, ഇബ്രാഹിമേ ആ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി അറുക്കണം, ഒരു പ്രശ്നവുമില്ല അല്ലാ. മെല്ലെ മോൻ ഉറങ്ങുന്ന പരിസരത്തേക്ക് പോയിട്ട് ആ മുഖം ഒന്ന് തടവിയിട്ട് തലയൊന്ന് തലോടിയിട്ട്, പൊന്നുമോനെ അല്ല പറഞ്ഞതാണ് നിന്നെ അറുക്കണമെന്ന് പറയുന്നു, എന്താ മോനെ നിന്റെ അഭിപ്രായം? അല്ലാണോ പറഞ്ഞത് വാപ്പ? എങ്കിൽ അറുത്തോ, ഞാൻ സുഖസുന്ദരമായി കിടന്ന് തരാം. ഇതാണ് ദീനി ബോധമുള്ള വാപ്പായും ഉമ്മായും മകനും വാപ്പായും. നിസ്കരിക്കാൻ പോടാ മോനെ, കളിക്കാൻ പോലെ എന്ന് പറഞ്ഞ വാപ്പ തടയോലേക്ക് പൊയ്ക്കോ, ഞാൻ പോയി കളിക്കട്ടെ, ഞങ്ങളുടെ ടീമെല്ലാം അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നരകത്തിലേക്കോടുന്ന വൃത്തികെട്ട മക്കളല്ലേ നമുക്കുള്ളത്. ഇബ്രാഹിം നബിയുടെ മോന് വർഷങ്ങളായി കിട്ടിയതാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ നിന്നെ അറുക്കണം അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനമാണോ എങ്കിൽ വാപ്പ അറുത്തോ, കിടന്നു കൊടുത്തു. കടക്കൽ കത്തി വെച്ചിട്ട് മുറിയുന്നില്ല. മകൻ പറഞ്ഞു, വാപ്പ ഈ പൊന്നുമോന്റെ മുഖം കണ്ടിട്ട് അങ്ങേക്ക് വിഷമം വരുന്നു, അതുകൊണ്ടാണ് മുറിയാത്തത്, ഞാനൊന്ന് ചരിഞ്ഞു കിടക്കാം, എൻ്റെ മുഖം ശ്രദ്ധിക്കണ്ട, അറുക്കു വാപ്പാ. മകൻ അങ്ങനെ ചരിഞ്ഞു കിടന്നു. അറുക്കാൻ വേണ്ടി കത്തിയെടുക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നജൗത യാ ഇബ്രാഹിം, നീ ആ കുഞ്ഞിനെ അറുത്ത് രക്തം കാണാൻ അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ, അള്ളാഹ്ക്ക് അതിഷ്ടമല്ല കേട്ടോ. നിന്റെ ഈമാൻ എങ്ങനെയുണ്ട്, നീയത്ത് എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്ക. ഇതാ ഈമാൻ. നമ്മൾ 500 റുപ്യ കൊടുക്കും, 50,000 രൂപയുടെ കാര്യവും പറയും. നടന്നിട്ടില്ല എങ്കിൽ ആ എല്ലാവരും ഗുണമില്ല, ഈ മദ്രസയും ഗുണമില്ല. നമ്മുടെ നീയത്ത് അങ്ങനെ. ഞാനിപ്പോൾ എന്താ കുറ്റം പറഞ്ഞു? ഞാൻ ആദ്യത്തെ തോന്നിട്ട് പറയല്ലേ. നമ്മുടെ നീയത്ത് അങ്ങനെയാണ് അബീവേ, നമ്മുടെ നീയത്ത് അങ്ങനെ. അവിടെ നമുക്ക് വിശ്വാസമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ. വീണ്ടും 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 എടുത്തെടുത്ത് ആവർത്തിച്ച് നിർബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹ്ക്കിഷ്ടം. ഇല്ല അല്ലാ, തന്നേ മതിയാവൂ അല്ലാ, തരാതെ ഈ കൈ ഞാൻ താഴ്ത്തില്ല അല്ലാ. രാവിലെ ചോദിച്ചു കിട്ടിയില്ല, ഉച്ചയ്ക്ക് പോയിരിക്കണം കിട്ടിയില്ല, വൈകിട്ട് പോയിരിക്കണം കിട്ടിയില്ല, രാത്രി പോയിരിക്കണം അല്ലാ, തരാതെ ഒരു രക്ഷയുമില്ല റബ്ബേ. നിന്നെ ഞാൻ വിടൂല പടച്ചവനെ, എനിക്ക് ഈ കാര്യം സാധിച്ചിട്ട് തന്നേ മതിയാവൂ അല്ലാ. അങ്ങനെ ചോദിച്ചാരാ? ആര് ചോദിച്ചപ്പാ? ചുമ്മാ അള്ളാഹെ കുറ്റം പറയാൻ. അള്ളാഹ് തരണേ, അള്ളാഹ് തരണേ, അള്ളാഹ് ചോടുന്ന റാഹത്തില്ല, അള്ളാഹ് റാഹത്താകട്ടെ, അള്ളാഹ് ഉറക്കത്തേണേ, അള്ളാഹ്. ദുആ തീർന്ന സംഭവം. നാളെ കൊടുത്തില്ലെങ്കിൽ ദുആയും ശരിയല്ല, ദുആ ചെയ്ത മുസ്ലിയാനും ശരിയല്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു ഇസ്രായേലിനെതിരെ. 40 വർഷം കഴിഞ്ഞാണ് അത് കബൂലായത്. എത്ര വർഷം? ദുആ അല്ലാഹു തആല ചെയ്ത ഉടനെ മൂസ നബിയോട് പറഞ്ഞു, മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷേ മറുപടി വന്നത് 40 years. After 40 years, മൂസ നബി നിരാശപ്പെട്ടില്ല.
അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്യാൻസർ പിടിച്ച്, കുഷ്ഠരോഗം പിടിച്ച് ശരീരമാസകലം വേദനിച്ചു പോയില്ലേ, പുഴുതിന്നില്ലേ? അല്ലാ, നിന്റെ ഒരു പ്രവാചകനല്ലേ ഞാൻ, എന്നെ എന്തിനാണ് ഈ ഇടങ്ങേറാക്കുന്നത്? ഒരു നിരാശയുടെ വാക്ക് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി പറഞ്ഞില്ല. കൽബിൽ കയറി പുഴുകുത്താൻ തുടങ്ങി. അപ്പോ പറഞ്ഞു, യാ റബ്ബി അന്നി മസ്സനിയൽ ദുർ വഅന്ത അർഹമുർ റഹീമീൻ, എനിക്കിപ്പോഴാണ് രോഗം പിടിപെട്ടത്, നീ കരുണയുള്ളവനാണ് അല്ലാ. നമുക്ക് ചെറിയൊരു മൂക്കിപ്പനി വരുമ്പോഴേ പനി പിടിച്ച എന്താ പനി പിടിച്ച്? ഈ പനി മാറാൻ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവന് നിസ്കരിക്കാൻ പാനല്ല, ജോലിക്ക് പോകാൻ പറ്റൂല പടച്ചവനെ, ഫുലൂസ് നഷ്ടപ്പെട്ടു പോകും പടച്ചവനെ, ഇന്ന് ഞാൻ ആബ്സെന്റ് ആയി പോയാ എൻ്റെ 1500 രൂപ നഷ്ടപ്പെട്ടു പോകുമല്ല. അതുകൊണ്ട് എനിക്ക് പനി പിടിച്ചാൽ സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല, ലോറിന് പള്ളിയിൽ പോകാൻ പറ്റൂല. ഇതൊന്നുമല്ല അവൻ്റെ ചർച്ച, അവൻ്റെ നീയത്ത്. എൻ്റെ ജോലി മുടങ്ങും, മക്കള് പട്ടിണിയാവും പടച്ചവനെ. അല്ലേ 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 പടച്ചവനെ, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം എന്താ അല്ല, അതുകൊണ്ട് എൻ്റെ മുട്ടുകാലിൻ്റെ അസുഖം മാറ്റി തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്നവരുണ്ടോ? അല്ലാ, ഒന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മക്കള് പട്ടിണിയിലാണ്, ഓടാനും നടക്കാനും പറ്റൂല, സൈക്കിൾ ചവിട്ടാൻ പറ്റൂല, മുട്ടുകാലിന് ആഫിയത്ത് തരണേ പടച്ച റബ്ബേ. നമ്മുടെ ദുആ എല്ലാം എന്താ? നമ്മുടെ ദുആ മൊത്തം എന്താ? എല്ലാം ദുആ. വീടുതാ അല്ലാ, ആരോഗ്യം എന്താ അല്ല, അത് വല്ലപ്പോഴൊക്കെ ചോദിക്കുള്ളൂ, ആരോഗ്യം ഒന്നും ചോദിക്കാല്ല. വീട് താ അല്ല, സമ്പത്ത് താ അല്ല, പണം താ അല്ല, മക്കളെ താ അല്ല, മക്കളെ നല്ല നിലയിൽ കെട്ടിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ പടച്ചവനെ. ദുനിയാവിൽ അത് തരണേ, ഇത് തരണേ, എല്ലാം തരണേ അല്ലാ. എൻ്റെ മയ്യത്തൊറ്റയ്ക്ക് കബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ കബറിൽ നിന്ന് എന്നെ ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിർത്തുമ്പോൾ അള്ളാഹുവേ, എനിക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ തൗഫീക്ക് തരണേ അല്ലാ എന്ന് എത്ര പേര് ദുആ ചെയ്ത്? എത്ര പേര് ദുആ ചെയ്ത്? ബാക്കി ദുനിയാവിൻ്റെ മൊത്തം കാര്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും ദുആ ചെയ്യും. മരിച്ചു കഴിഞ്ഞ ആഖിറത്തിൻ്റെ കാര്യം ചോദിക്കാൻ ആർക്കും? അതാണ് നമസ്കാരത്തിലൂടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു, അതാണ് ദുആഉൽ ഇബാദ. ദുആയെ കുറിച്ച് ഒരുപാട് പറയണം ഹബീബേ. നിങ്ങൾ ദുആ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുമ്മ ആഫിനാ ഫീ അബ്ദാനിനാ, അല്ലാഹുമ്മ ആഫിനാ ഫീ അബ്സാറിനാ, അല്ലാഹുമ്മ ആഫിനാ ഫീ അസ്മാഇനാ, ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ എല്ലാ ആഫിയത്ത്, ആരോഗ്യം തരുമാറാകട്ടെ. ആഫിയത്ത് എപ്പോഴും വേണം. ആഫിയത്തില്ലെങ്കിൽ ഒന്നും പറ്റൂല. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ദുആ ചെയ്യണം. നേരത്തെ എത്ര ആഫിയത്തുള്ള സമയത്തും ദുആ ചെയ്യണം. ആഫിയത്തുള്ള സമയത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സായി, 80 വയസ്സായി. 80 വയസ്സായി. കാക്ക എത്ര വയസ്സായി? എത്രയായി? 77. 3 വയസ്സും കൂടെ. നിങ്ങളിപ്പോൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ എടുക്കാറുണ്ടോ? ഉണ്ടാ? അല്ല, ഒന്ന് ചോദിക്കണ്ട. ഉണ്ടാ? ഇല്ല. പക്ഷേ മോലെ, നിങ്ങൾ മക്കളെ കിട്ടാൻ ദുആ. ഇപ്പോൾ വയസ്സ് എത്രയായി? 50 കഴിഞ്ഞതേ ഉള്ളു. നല്ലൊരു കുഞ്ഞിനെ വേണം ദുആ. ഉണ്ടാ? 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 പെണ്ണുമ്പിള ഇവിടെ ഇരിപ്പുണ്ടാ? മനാവ് മുസ്ലിയാരെ, നിങ്ങൾ ദുആ. നമുക്ക് ഇങ്ങനെ ഒരു, ഞാനിന്നലെ എൻ്റെ പെണ്ണുമ്പിള്ള തന്നെ ഒരു മക്കളോട് ഒരു കുഞ്ഞിനെ കൂടെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നെ ഓടിച്ച് കളഞ്ഞപ്പോഴത്തേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കാണാനില്ല. ഒരു കുട്ടിയുടെ വരുന്ന റാഹത്തല്ലേ, ഓടിക്കുകയാണ്. പെണ്ണുമ്പിള്ളമാർ സമ്മതിക്കുന്നില്ല, ഓടിക്കുകയാണ്. മര്യാദയ്ക്ക് വിട്ടോളാം എന്നാ പറയാ. 80 വയസ്സായി സക്കറിയ നബി ദുആ ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നതാണ്. കാരണം നമ്മൾ ദുആ ചെയ്യൂല. ഏത് നമുക്കിപ്പോൾ ഒരു 50 വയസ്സായി കഴിഞ്ഞാൽ ഇനി കുഞ്ഞിനെ തള്ള, കുഞ്ഞിനെ തന്നാൽ നാണക്കേട് പോലെയാണ്. ഇനി കിട്ടിയ കുഞ്ഞ് 50 വയസ്സായി ഉസ്താദെന്ന് പ്രസംഗിക്കാൻ വന്നില്ല. എന്താ? പെണ്ണുമ്പിള്ള പ്രസവത്തിൽ കിടക്കുകയാണ്. അങ്ങേർക്ക് ഈ വയസ്സാം കാലത്താ ഇങ്ങനല്ലേ പറയുള്ളൂ, നാണക്കേട്. എന്നാൽ എത്രയോ പേര് 60 വയസ്സുകാർ, 65 വയസ്സ്. ഞാൻ കാസർഗോഡ് പോയപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരു ചങ്ങാതി, ഉസ്താദ് ഒന്ന് ദ്വാരക്കണ ഉസ്താദ്, നമ്മുടെ പൈതൽ ഉസ്താദ് നല്ല പാങ്ങിൽ നിന്ന് ദ്വാരക്കണ ഉസ്താദാണ്. ഞാൻ പറഞ്ഞു, മോളുടെ കുട്ടി? അല്ല ഉസ്താദ്, എൻ്റെ കുട്ടി ഉസ്താദേ. അല്ലാ, വയസ്സ് 60, കൊച്ചു കുഞ്ഞ്. അതാണ് അവസ്ഥ. അതല്ലേ റാഹത്ത്. കൊല്ലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൊല്ലത്ത് മോളും പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു. മോളും വയസ്സായാള ഇത്രയും താടി കൊണ്ട് നരച്ചത്. മോള് റൂമിൽ പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു.
ഞാൻ പറഞ്ഞപ്പോൾ അതല്ല, 80 വയസ്സായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ 80 വയസ്സിലും ദുആ ചെയ്യുക അള്ളാഹയോട്. ഞാൻ പറഞ്ഞ ദുആയുടെ മഹത്വം പറയാണ്. 80-ാമത്തെ വയസ്സിലും ദുആ ചെയ്യും. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅലർ റഅസ് വലം അകും ബിദുആഇ റബ്ബി ശഖിയാ. അല്ലാഹുവേ, എൻ്റെ രോമകൂമങ്ങളെല്ലാം നരച്ചുപോയി, എൻ്റെ എല്ലെല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? വയസ്സനായി, കിളവനായി അല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം പോയി, എല്ലാം ഡൗൺ ആയി. എന്നാലും വലമ്മക്കും ബിദുആഇ റബ്ബി ശഖിയാ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പുറകോട്ടല്ല പടച്ച റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ നീ തരണമേ അല്ലാ. ഉണ്ടോ ഉണ്ടോ? ഞാൻ അതിനാ ചോദിച്ചത്, അല്ല ഞാൻ നിങ്ങളെ കളിയാക്കാൻ ചോദിച്ചല്ല. ഇപ്പം 75 വയസ്സ്, 70 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് നമ്മൾ ചോദിക്കില്ല കുഞ്ഞെ. പിന്നെ എന്നാലും അദ്ദേഹം പറഞ്ഞ പോലെ ഉള്ള കുട്ടികളെ സാലിയാക്കി നമ്മൾ ദ്വാരക്കും. പക്ഷെ പ്രവാചകന്മാർ ദ്വാ ചെയ്ത് 80 വയസ്സായിട്ടൊരു കുട്ടിയെ താന്ന ദ്വാ ചെയ്തത്. പക്ഷെ നമുക്കും നിരാശ തോന്നും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എനിക്ക് ദുആയിൽ നിരാശയില്ല അല്ലാ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കിളവനായാലും ഞാൻ മരിച്ചാലും ഞാൻ ചോദിക്കും അല്ലാ, നീ തന്നേ പറ്റുള്ളൂ. അടച്ചവനെ കൊടുത്തില്ലേ? 80-ാമത്തെ വയസ്സിൽ കൊടുത്തില്ലേ അല്ലാ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. സക്കരിയ, യഹ്യ എന്ന ഒരു കുഞ്ഞിനെ നിനക്ക് ഞാൻ സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. കാക്കാ, നിങ്ങൾക്ക് 77 വയസ്സായി ചോദിച്ചു നോക്ക്, ചിലപ്പം കിട്ടുക. ബൈ ചാൻസിലെങ്ങാനും കിട്ടിയാൽ കിട്ടിയത്. 80 വയസ്സായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കൊടുക്കുകയാണ് സക്കരിയ നബിക്ക് കൊടുക്കുകയാണ്. 80 വയസ്സായി. ഇബ്രാഹിം നബിക്ക് കൊടുത്തു ആ വയസ്സാം കാലത്ത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ അവർക്ക് വിശ്വാസം ഉണ്ട്. ഇത് എനിക്ക് എൻ്റെ റബ്ബല്ലാതെ എനിക്കാരുമില്ല. ഇബ്രാഹിം നബി ആ തീച്ചുളയിൽ കിടന്നപ്പോൾ ജിബ്രീൽ വന്നു, ഇബ്രാഹിമെ രക്ഷിക്കട്ടെ. വേണ്ടേ? എന്നെ തീയിലിട്ട് എൻ്റെ റബ്ബിനറിയാം എന്നെ രക്ഷിക്കാൻ. നീ നിന്റെ പണി നോക്കിപ്പോ. എന്താ ഈമാൻ! ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം അപ്പോ പറഞ്ഞു, ഏ തീയേ, ഇബ്രാഹിമിന്റെ മേൽ നീ ശാന്തി സമാധാനം ശീതളമായി ഏസിയാക്കി കൊടുക്കുക കേട്ടോ. 40 ദിവസം അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. വിശ്വാസം വേണം ഹബീബേ, വിശ്വാസം വേണം ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൻഫഉ അയ്യദ്ഫഉ മിമ്മാ നസല ഔ മിമ്മാ ലം യൻസിൽ. ഇറങ്ങാൻ പോന്ന വിപത്തുകളും ഇറങ്ങിയ വിപത്തുകളും തടയാൻ ദുആയിക്കല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, നിങ്ങൾ ദുആ മുറുകെ പിടിക്കണേ. കണ്ടോ? ഒന്ന് ചെയ്തു നോക്ക്, നല്ലതുപോലെ ദുആ ചെയ്ത് നോക്ക്. ഈ ദുആ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്ക് ദുആയിൽ വിശ്വാസം വേണം. ദുആ സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്കിവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ പൈസ അടയ്ക്കുന്ന, പാല് കൊടുക്കുന്ന കാക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വലിയ വിഷമം പ്രയാസം, ഈ വർഷം മുതൽ ഇത് മാറ്റണം. ഞാൻ പറഞ്ഞു, മാറ്റരുത്, ഒരിക്കലും മാറ്റരുത്. ഇത് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ ചിന്ത വരാനേ പാടില്ല. നിങ്ങൾ കൊടുക്കിൻ, പടച്ചവൻ തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ നീയത്തോടെ കൊടുക്കിൻ. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഖബറിലാണ്. ഇത് നിങ്ങൾ ദുനിയാവിൽ കിട്ടുമെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ അള്ളാഹ് ദുനിയാവിലും തരും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല പടച്ചവൻ. പക്ഷേ നമുക്കില്ല എന്നൊരു വാക്ക് നമ്മുടെ നാവിൽ വന്നു വരുത്. നമ്മൾ ഈ കൊടുക്കുന്ന ഈ മക്കൾ ആർക്കെന്നറിയോ? ഈ മക്കളുടെ വാപ്പ പട്ടിണിയല്ല, ഈ മക്കളുടെ ഉമ്മ പട്ടിണിയൊന്നുമല്ല. ഇവർ ഈ കിടക്കുന്ന ഖുർആൻ പഠിച്ച് ഇവർ ഹാഫിളീങ്ങളായി, ആലിമീങ്ങളായി പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സവാബ് ഈ കവർവാലിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ ഒരു സവാബ് ഈ പഞ്ചാരയിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ സവാബ് ഈ കറണ്ട് ചാർജിൽ പോയി വീഴും. ചെറിയ കഴിയല്ലാതെ ഖബറിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവരും മണ്ണിട്ട് മൂടുന്ന സമയത്ത് അവിടെ വരും നമ്മുടെ ഈ നന്മകൾ. അതാണ് ഖബറിലെ കൂട്ടുകാരൻ. ഖബറിൽ നമുക്ക് ഗുണപ്പെടും. ഇതെല്ലാം ഖബറിൽ നമുക്ക് ഗുണപ്പെടും. ഖബറിൽ നമ്മളെ സഹായിക്കാൻ വരുന്നത് ആരാണ്? ആരുമില്ല. ഇതൊക്കെ വരുള്ളൂ.
ഖബറിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവരാരാണ്, ഖബറിലെ കൂട്ടുകാരാരാണ്, അതാണ് നമ്മുടെ അടുത്ത വിഷയം. ഞാൻ മറ്റേ നാളെ ഇൻഷാ അല്ലാഹ് അപ്പുറത്തത് പറയാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. പഠിക്കും സുഹൃത്ത്, നിങ്ങൾ പൈസ കൊടുക്കുന്നോ കൊടുക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ കേൾക്കിൻ, പഠിക്കിൻ. നമ്മൾക്ക് മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ഒരു വിശ്വാസം വേണം, ഒരു വിശ്വാസം വേണം. നമ്മളിവിടെ 8 വർഷമായി, എത്ര 9 വർഷമായി അബീവേ? 8 വർഷമായി. ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായിച്ചവരാണ്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ആണോ? ഒരൊറ്റ വിഷമമേ ഉള്ളൂ നമുക്ക്. കഴിഞ്ഞ വർഷം എന്തോ 1.5 ലക്ഷം രൂപ എന്തോ വേണമെന്ന് പറഞ്ഞില്ലേ? എന്തോ ഒരാവശ്യത്തിന് എത്ര? കിണർ കുത്തിയോ? കിണർ കുത്താൻ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 1000 രൂപ വെച്ച് 150 പേരെ ഏറ്റെടുത്തു, ഇല്ലയോ ഹബീബേ? അതിൽ എത്ര പേര് കിട്ടി ഉസ്താദേ? വലിയ വിഷമാണ് സുഹൃത്തുക്കളെ. മുനീർ എത്ര പേര് തന്നടാ? 12. ഈ ദുആ എങ്ങനെ സ്വീകരിക്കുക നിങ്ങൾ പറയും? വർഷം ഒന്നായി, അല്ല വർഷം ഒന്നായി. 150 പേര് 1000 രൂപ നിയത്തിച്ചത് 1 വർഷമായി. ഈ പറഞ്ഞവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടോടെ മുനീറ? അല്ല, പേര് നോക്കണം, ഇല്ലെങ്കിൽ അത് ഖബറിനകത്ത് പ്രശ്നമാണത്. ഈ ഏറ്റെടുത്തിട്ട് നിയത്ത് ചെയ്തിട്ട് മരിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ വന്നു പോയാൽ ഈ വഅദ വാക്ക് അത് പാലിക്കാത്തതിൻ്റെ പേരിൽ ഖബറിൽ അത് പ്രശ്നമാവും. ഞാൻ വെറുതെ പറയല്ല. ഒരു മയ്യത്ത്, ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് 3 രൂപ കടക്കാരൻ, ആരുമില്ല കൊടുക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ നിസ്കരിപ്പിച്ചോളി. നബി തങ്ങൾ മാറി നിന്നു. അബൂ ഖത്താദ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ആ പൈസ കൊടുത്തോളാം, നബി നിസ്കരിപ്പിക്കണം കേട്ടോ, നിങ്ങൾ നിസ്കരിപ്പിക്കണം. നബി തങ്ങൾ നിസ്കരിപ്പിക്കാതെ പോയാൽ ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖത്താദ ഏറ്റെടുത്തത് കൊണ്ട് നമസ്കരിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി മദീനയിൽ വെച്ച് അബൂ ഖത്താദയെ നബി തങ്ങൾ കണ്ടിട്ട് വിളിച്ചു. അബൂ ഖത്താദ, അല്ല നീ ഇന്നലെ മയ്യത്തിൻ്റെ 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് അല്ലാഹ് മറന്നുപോയി നബിയെ, ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയി കൊടുത്തിട്ട് തിരിച്ച് നബി തങ്ങളൊന്ന് പറഞ്ഞു, നബിയെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിപ്പിച്ച മയ്യത്താണ്. പറഞ്ഞ വാക്കെന്തെന്നറിയോ? അബൂ ഖത്താദ, ഇപ്പോഴാണ് ആ മയ്യത്തിൻ്റെ തീ കെട്ടത്, ആ ഖബറിലെ തീ അണഞ്ഞത് ഇപ്പോഴാണ്. നീ ഈ പൈസ അടച്ചപ്പോഴാണ് ആ ഖബറിലെ തീ അണഞ്ഞത്. നബിയുടെ വാക്കാണ്, റിസാലത്തിൻ്റെ നുബൂവത്തിൻ്റെ പ്രവാചകന്റെ വാക്കാണിത്. ഇതെൻ്റെ കേവലം വാക്കല്ല. ഇത് ഒന്നുകിൽ നമ്മൾ പറയരുത്, പറഞ്ഞിട്ടുണ്ടോ കൊടുക്കണം. അത് നമ്മുടെ ഒരു നിയ്യത്താണ്. 1000 രൂപ നല്ല കാര്യത്തിനാണ്. ഒരു കിണർ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ അതിനകത്ത് കയറി വെള്ളം കുടിച്ച് അത് ഇൽമു പഠിച്ച് ഖുർആൻ ഓതുന്നതിന് വേണ്ടി അവർ ഈ ഉദവെടുക്കാൻ വേണ്ടി ഈ ഉപയോഗിക്കുന്ന ഈ വെള്ളം നമ്മുടെ വാപ്പാടെ ഉമ്മാടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. വർഷം ഒന്നായി ഇതിനിടയ്ക്കെങ്ങാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഖബർ പൊറുക്കും? ഒരിക്കലും പൊറുക്കൂല സുഹൃത്തെ, ഇല്ല. സഹാബിയുടെ ഖബറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നബി നിസ്കരിച്ച ഖബറാണ്, മദീന പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ഖബറാണ്. അദ്ദേഹത്തിന്റെ 3 രൂപ കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ട് കൊടുക്കാതെ മറന്നുപോയപ്പോൾ ആ ഒരു ദിവസം മുഴുവനും അദ്ദേഹം തീയിൽ കിടക്കേണ്ടി വന്നു എന്ന് നബീന റസൂലുള്ളാഹി. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് എൻ്റെ വിനീതരായ നിങ്ങളോട്, നിങ്ങൾ വെറുതെ ഈ ഒരു രസത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യരുത്. ഒരു കിണർ, നമ്മുടെ ഈ മദ്രസ നിങ്ങൾക്കറിയാം, 40 കുട്ടികൾ പിടിക്കുന്ന ഈ കുഞ്ഞുമക്കൾ. ഈ നാട്ടിൻ്റെ അദാബുകളെ തടയാൻ ഈ മക്കളാണ് കാരണക്കാർ. ഈ നാട്ടിൻ്റെ അദാബുകളെ തടയാൻ കാരണം ഈ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അതിൻ്റെ റഹ്മത്തും ബർക്കത്തും ഈ നാട്ടിൽ ഇറക്കുന്നുണ്ട്. നിങ്ങളത് ഓർക്കണം, ആലോചിക്കണം. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹിൻ്റെ വജിഹിലാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ ഖുർആൻ ഓതിയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒളുവെടുക്കാനും അവർ അംഗശുദ്ധി വരുത്താനും വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം 1.5 ലക്ഷം രൂപ 150 പേര് 1000 രൂപ വെച്ച്, നമ്മൾ ആരെയും വിഷമിക്കാനും പ്രയാസപ്പെടുത്താനും ഇല്ല, 1000 രൂപ വെച്ച് നമ്മളത് നിയത്ത് ചെയ്തതാണ്. 12 പേരെ കൊടുത്തിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം വരും സുഹൃത്തെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പ്രസംഗമൊക്കെ ഇനി ഞാനില്ല, നിർത്താൻ പോവാണ്. എന്നെ ഇനി വിളിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ വേസ്റ്റ്. എന്തിനാ നമ്മൾ പ്രസംഗിക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രസംഗമൊക്കെ ചുമ്മാതെ വെറുതെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഖുർആനോടും വിശ്വാസമില്ല, ഹദീസിനോടും വിശ്വാസമില്ല, ദുആയോടും വിശ്വാസമില്ല, ഖബറിനോടും വിശ്വാസമില്ല. അല്ലാഹു അക്ബർ. പടച്ചവനെ റബ്ബേ നീ കാക്കണേ, അല്ലാഹ് നീ കാക്കണേ റബ്ബേ. നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടാതെ നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കരുതെന്ന്. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഖബറിലെ ശിക്ഷയുള്ളത് കൊണ്ടല്ലേ?
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ വായദ ചെയ്തവരാരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വായദ ചെയ്തവരാരെങ്കിലും ഉണ്ടോ ഈ സദസ്സിലുണ്ടോ? ഉണ്ടോ? കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോപ്പാ? ഉണ്ടെങ്കിൽ നാളെ കൊടുത്താലും മതി. നാളെ കൊടുത്തേക്കോ? ആരാ? ഒന്ന് കൈപൊക്ക്. പേടിക്കൊന്നും വേണ്ട, നാളെ കൊടുക്കാം. നമുക്ക് ദ്വാരം നാളെ അതിൻ്റെ ഇടപാട് തീർക്കും. നിങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കുക, അത് ഹക്കാണ്. ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് പൊക്കിയോ, നാണക്കേടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നാളെ കൊടുത്തേക്കാം ഉസ്താദ് എന്ന് പറഞ്ഞവരാരുണ്ട്? നാളെ കൂടുതലൊന്നും വേണ്ട, ഒരു 1000 രൂപ ഇരിക്കുന്നവർ 1000 രൂപ വെച്ച് അപ്പം ആ കിണറിൻ്റെ പണി പൂർത്തിയാക്കട്ടെ. ഇല്ലേ, വെറുതെ ചുമ്മാ ബുക്ക് അവരെൻ്റെ പറയാം, ഉസ്താദ് ഇവിടെ വന്ന് പ്രസംഗിച്ച കാലം മുതലുള്ള ബുക്ക് മൊത്തം അങ്ങ് തന്നേക്കാന്ന്, എല്ലാം എഴുതി വെച്ചേക്കാന്ന്. എന്ത് ഈ കേൾക്കുന്നത് റബ്ബേ? ഈ വായദ നിങ്ങൾക്ക്, അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം ഇല്ല ഉസ്താദെ. ജുമ്മ നിസ്കരിക്കണ്ട, വല്ല പച്ചക്കറി കച്ചവടത്തിന് പോകും, അതാ ഏറ്റവും നല്ലത്. ഫായിദ ഇല്ല. ഇവരെയൊക്കെ നിസ്കരിപ്പിച്ച് നമ്മൾ ഈ പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടാൻ? ഞാൻ എന്തായാലും വേറെ ബിസിനസ് വല്ലതും നോക്കാൻ പോവാണ്. നമുക്ക് തന്നെ നിരാശയാവുകയാണ് ഈ പ്രസംഗിച്ച്. അതൊക്കെയാണ് വായിൽ എന്തൊക്കെയാ വരുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ നെയ്മീൻ കച്ചവടക്കാരുണ്ടോ? 4 പേര് ഉസ്താദിന് ഫ്രീ ആയിട്ട് നെയ്മീൻ തന്നു, അൽഹംദുലില്ലാഹ്. ഒരാൾ 2000 തന്നു, അൽഹംദുലില്ലാഹ്. പടച്ചവനെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുത്ത് ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. നാളെ കൊടുക്കാന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ട്? കൈപൊക്ക്. ബിസ്മില്ലാ. നാളെ 1000 രൂപ. നമ്മുടെ ഈ മദ്രസയുടെ ആ പണി ഇത്രയും നിങ്ങളാ ഒരു കിണറിൻ്റെ കഴിയല്ലേ? 1 വർഷമായില്ലേ? 1 വർഷമായി. സഹോദരി, എൻ്റെ പൊന്നക്കാമാരെ, നിങ്ങൾ എത്ര ചിട്ടിക്ക് പൈസ കൊടുക്കുന്നു? അവിടെ കൊടുക്കുന്നു. 1 വർഷമായിട്ട് നമ്മുടെ സഹോദരിമാർ 50 പേരോളം അവിടെ എഴുതിയത്. 50 പേരോളം അവിടെ എഴുതി പേര്. എത്ര പേര് വന്നു ഉസ്താദേ? മുനീറെ, സഹോദരിമാർ എത്ര പേര് വന്ന്? എടാ മുനീർ മുങ്ങിയാടാ. അല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് ഒരാളെ പറഞ്ഞോട്. പണ്ട് മുനീർ മാത്രമേ ഉള്ളൂ, വേറെ ആരുണ്ട്? അത് വിടാൻ ഒക്കത്തില്ല. ആ നീയത്ത് നിങ്ങൾ ചെയ്തവർ നീയത്ത് കൊടുത്തേ പറ്റുള്ളൂ. മറന്നു പോവണ്ട. ആ പേര് പറഞ്ഞവരെല്ലാം ഒന്നും കൂടി ഇൻഷാ അല്ലാഹ് നാളെ 1000 രൂപ ഇവിടെ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് എത്തിക്കും. ഒരു 1000 രൂപ. അവിടെ എന്തൊക്കെയാ പറയുന്നുണ്ട് പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. ആഖിറത്തിനുണ്ട്. നമ്മൾ എന്തെല്ലാം പറയുന്നു പടച്ചവനെ റബ്ബേ, ഇത്രയും ആയത്തും ഹദീസും ഒക്കെ ഓതി. നിങ്ങൾക്കറിയാമല്ലോ ഈ സ്ഥാപനം വെറുതെ അല്ല എന്നുള്ളത്. ഇത് കണ്ടില്ലേ? ഈ മക്കളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലേ? സത്യം ഇതിനൊക്കെ വടക്കാണ് നല്ലത്. ഈ വടക്കൻ ജില്ലയിൽ വടക്കൻ പ്രദേശത്തൊക്കെ നമ്മൾ പ്രസംഗിച്ചാണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അവർക്ക് നിസ്കാരമുണ്ടോ ഈ ഭാഗത്തുണ്ടോ? പൈസ ദീനിന് വേണ്ടി ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് അവർ പറ്റും. ഉലമാക്കളെയും ആലിമീങ്ങളെയും ഇത്രയ്ക്കും ബഹുമാനിക്കുന്ന ഒരു വിഭാഗം. നമ്മൾ ഗൾഫിലോട്ടൊക്കെ പോയാൽ വടക്കുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ, ഉസ്താദ് കണ്ടാൽ ഭയങ്കര ബഹുമാനമാണ്. നമ്മൾ തെക്കുള്ളവരത് അതിലേക്കൂടെ കറി ഇതിലേക്കൂടെ കുറഞ്ഞു എന്നിട്ട് ചോദിക്കാം, അയാൾ പോയാടേ. വാ, ആ പെണ്ണുങ്ങളുടെ വരും. നാളെ പൈസ കൊണ്ട് തരുന്നവർ എത്ര പേരാണെന്നൊന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി പേര്. ഇവിടത്തേക്ക് ഒരാണ് എന്ത്? ഇവിടത്തേക്ക് ഒരാൾ എന്തേ? വേറെ ആരുടെ പേര് പറയണേ? ഷാജി. ആരാ ഷാജി? എഴുന്നേരം ഷാജി. വേറെ ആരും ഇവിടെ ഉള്ളവരുടെ നാളെ ഒരു 1000 രൂപ. നീ പോന്നോ? പെട്ടെന്ന് പെണ്ണുങ്ങടെ നദീർ കൊടുക്കാന്ന് പറഞ്ഞോ? നദീർ എന്തിയെ? നദീർ ആരാ? നദീർ എഴുന്നേര്. ബിസ്മില്ലാ. ചില കൂലി കിട്ടും, പൈസ എന്തെങ്കിലും കിട്ടും. 1000 രൂപ. ബിസ്മില്ലാ. നാളെ എത്തിക്കണം. ബുക്ക് എടുത്തുണ്ടോ? ഇൻഷാ അല്ലാഹ് നാളെ. നമ്മൾ ഇത് ബാധ്യത ഇടാൻ പാടില്ല അബീബേ. നിങ്ങൾ ഇത്രയും നാൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കിടന്ന് ഇത്രയും പ്രസംഗിച്ച് നിങ്ങൾ എത്രയോ പൈസ തന്നതാ, ലക്ഷക്കണക്കിന് തന്നല്ലേ. ഒരുപാട് ശരി. ഇപ്പോഴത്തെ വലിയ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അൽഫ് റൂബിയ ഇൻഷാ അല്ലാഹ്. അതൊരു വലിയ വിഷമമില്ല. 1000 രൂപ വിഷമമില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 1000 രൂപ പടച്ചവനെ നമ്മുടെ കിണറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ നാളെ തന്നെ 1000 രൂപ ഇൻഷാ അല്ലാഹ്. എന്താ എഴുതിയ? നദീറെ, ബുക്കെടുത്ത് പോലെ കൊണ്ട് ഓടിവാ പെട്ടെന്ന്. ആദ്യം എൻ്റെ പേര് 1000 രൂപ റെഡി കാശ്. 1000 രൂപ ബാപ്പാടെ ഉമ്മാടെ കബറിലേക്ക്. റഹീം സാഹിബ്, നമ്മുടെ റഹീം സാഹിബ് ചോയ്സ് ടയറാണ്, ടയർ കച്ചവടമാണ്. പഴയ ടയർ, സെക്കൻഡ് ഹാൻഡ് ടയർ, വില കുറഞ്ഞ്. കൂടല്ല കട. അടൂരുണ്ടോ? ഇല്ല. കൂടലിൽ പോയാൽ നിങ്ങൾ കട വില കുറച്ച് 2 പേര് പറയണം. EP ഉസ്താദ് പറഞ്ഞു വന്നാന്ന് പറഞ്ഞാൽ മതി. റഹീം സാഹിബ് ചോയ്സ് ടയർ കൂടല് കേട്ടോ. 1000 രൂപ എഴുതിക്കോ. ഇതൊക്കെ ഇന്ന് തന്നെ തന്നിട്ടേ പോകുന്നുള്ളൂ. മരിച്ച വാപ്പ ഉമ്മാടെ കബറിലേക്കാണ് പടച്ചവനെ റബ്ബേ. ഇവിടെ കിണർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കണ്ടോ ഉസ്താദേ? ഇനി എത്ര ദൂരമുണ്ട്? കുഴൽക്കിണറാണ്. അല്ലാതെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഇതിലൂടെ വെള്ളം വന്ന ചരിത്രം വല്ലതും ഉണ്ടോ? ഈ കനാലിലൂടെ എപ്പോഴും വരുമോ?
ആണോ? ഞാനിതുവരെ ഇത് കണ്ടിട്ടില്ല. എന്തും ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നതാണ്. ആ, ഇല്ലാത്ത സമയത്ത് വെള്ളം തുറന്നു വിടും. അതൊരു ബർക്കത്ത്. കണ്ട ഈ നാടിൻ്റെ ഒരു ബർക്കത്ത്. നദീറ എത്ര പേര് പറഞ്ഞു? നദീറ കാപ്പി എടുത്തു ഇങ്ങോട്ട്. 2 പേര് മാത്രോ? സത്യമായിട്ട് ഇനി ഈ പരിപാടി ഇവിടെ പ്രസംഗിക്കാൻ എന്നെ വിളിക്കരുത്. 1000 രൂപ കൊടുക്കാൻ ഇത്രയും നമ്മൾ പറഞ്ഞിട്ട്, ഇത്രയും നമ്മൾ പറഞ്ഞു. ഉസ്താദിൻ്റെ 1000 രൂപ എഴുത്. നമ്മളിവിടെ എഴുത്. ഉസ്താദിൻ്റെ 1000 രൂപ എഴുത്. നമ്മുടെ മയ്യത്തങ്കര പള്ളിയിലെ ഉസ്താദ് എഴുത്. ഇൻഷാ അല്ലാഹ് കൈമടക്കങ്ങൾ കൂട്ടി കൊടുക്കണം ഉസ്താദിന് കേട്ടോ. ദുആ ഒക്കെ വിളിക്കുമ്പോൾ 2000 കൊടുക്കണം. സദഖ എടുത്ത ഉസ്താദിനൊന്നും വിഷയമൊന്നുമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ്. അള്ളാഹുവെ പടച്ചവനെ, ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തല്ലേ അള്ളാഹ്, ഒരു കുറവും വരത്തില്ല. ഉസ്താദന്മാരെ കൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. മുനീറെ, പെണ്ണുങ്ങൾ നിൽക്കുന്ന വാദം പെട്ടെന്ന് എഴുതിക്കൊണ്ട് പോവാ. ദ്വാരക്കെട്ട് അതിന് സുഖമില്ല, പനിയ. എന്നാലും കുഴപ്പമില്ല. അളി എഴുതിയല്ല 1000 രൂപ. ഹുസൈൻ്റെ 1000 രൂപ എഴുത്. 5000 ആയോ ഞങ്ങളെല്ലാവരും? അത്ര 5000 രൂപ ആയില്ലേ? 4000 ആയി. നദീറിൻ്റെ 1000 രൂപ എഴുത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ എഴുത്. എല്ലാവരും എഴുതുന്നു. സഹോദരിമാരെ പോട്ടുവാ. ഡേ പെട്ടെന്ന് പാടെ. നാളെ തന്നെ കൊടുത്ത്, നാളെ തന്നെ തീർക്കണം. സനൂസി മൗലവി വിളിച്ചു പറഞ്ഞു 1000 രൂപ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അള്ളാഹുവെ ഖബർ സന്തോഷം കൊടുക്കണേ പടച്ചവനെ. വാപ്പ ഉമ്മാടെ ഖബറിലേക്ക്. നീ അത് കിണറാണ്, കിണറിന് വേണ്ടി നമുക്ക് കൂലി കിട്ടും. നബിതങ്ങൾ എടുക്കൽ ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചതാണ്. ആരാ? ഷിജു 1000. ലൈവ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ കിണറിലേക്ക് വേണ്ടിയിട്ട് 1000 രൂപ നിയത്തി ചെയ്ത് ആ നമ്പർ ഇട്ട് കൊടുക്കും. ഷിജു പറഞ്ഞോടെ. ഷിജു 1000 രൂപ. അൽഹംദുലില്ലാ. അങ്ങനെ വന്ന് പറ. 1000 രൂപ. 5000 ഖുലൂ തക്ബീർ. നാളെ കൊടുക്കണേന്ന് പറയണേ. സൈബുദ്ദീൻ എവിടെ ഉണ്ട് ആള്? നാളെ കൊടുക്കുവാൻ. മുനീറെ നാളെ തന്നെ മേടിച്ചോണം. നാളെ തന്നെ ഇൻഷാ അല്ലാഹ്. ഇത് കടവിടരുത്. ഇത് നിങ്ങൾ 10000 രൂപ തന്നാലും കടവില്ലാതെ ഇതൊക്കെ നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ നാളെ ആഖിറത്തിൽ ഹസ്സാൻ ബിൻ അബസ്സിനാൻ റളിയല്ലാഹു തആല വലിയൊരു മഹാനാണ്. അദ്ദേഹം മരണപ്പെട്ടു 60-ാമത്തെ വയസ്സിൽ. മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ സ്വപ്നത്തിൽ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, എന്തായിരുന്നു അള്ളാഹു അങ്ങയോട് എങ്ങനെ സമീപിച്ചു എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഖൈറാണ്. പക്ഷേ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന ബിഇബ്റത്തിൻ ഇസ്തഅർതുഹാ ഫലമർദുഹാ അലൈഹി. പക്ഷെ എല്ലാം ശരിയാ, ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റാതെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അയൽപക്കത്തുനിന്ന് ഒരു സൂചി ഞാൻ കടം വാങ്ങി. പക്ഷേ അത് തയ്ച്ചതിന് ശേഷം മടക്കി കൊടുക്കാതെ പോയി, മറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താൽ ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ, നമ്മളിവിടെ വഅദ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഈ ദീനിൻ്റെ സ്ഥാപനമാണ്, അതിനുവേണ്ടി നിങ്ങൾ നിയ്യത്ത് ചെയ്തവർ അത് കൊടുക്കാതെ മരിച്ചു പോകരുത്. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവരടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളന്ന് പറഞ്ഞതാണ്, ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പറ്റൂല എന്ന് വന്ന് തിരിച്ചു പറയണം. മുനീറിനോടും ഉസ്താദിനോടും മനാബ് ഉസ്താദും സംഘാടനത്തൊന്ന് പറയണം. ഇല്ലെങ്കിൽ നാളെ അത് കുറ്റമായി മാറും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്താ പറഞ്ഞോ? എത്ര പേരായി? നാസർ 1000 പറഞ്ഞാൽ മതി. അള്ളാഹുവെ മരണപ്പെട്ടപ്പോൾ 5000 രൂപ മരിച്ചുപോയ എഴുതിയോ? നാളെ കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് കൊടുക്കണേ പടച്ചവനെ. മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ആഖിറത്തെക്കുറിച്ചുള്ള വിശ്വാസമുള്ളവരാണ് റബ്ബേ. അവർ നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ ചെയ്തെന്ന മാതാപിതാക്കൾ അവരെന്ന് ഖബറിൻ്റെ ഉള്ളിലാണ് അല്ലാഹ്. അവർക്ക് ഞങ്ങൾ ഈ ചെയ്തതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹു 1000 രൂപ തന്ന സഹോദരൻ്റെ സ്വതഖ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ കൂലി കൊടുക്കണേ പടച്ചവനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഒരു പാട്ടൊക്കെ പാടി ഇവിടെ ഇപ്പോൾ ഡാൻസ് ആടി എത്ര പേര് കൊടുക്കും പൈസ? അതെല്ലാം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് ചിന്തിക്കുന്നില്ലല്ലോ പടച്ചവനെ. എപ്പോഴാ കൊടുക്കുക, എപ്പോഴാ ഇനി അള്ളാഹുലേക്ക്. മരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ആലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയത്ത് ഫാത്തിമയുടെ കയ്യിലൊരു വള കിടക്കുന്ന കണ്ടിട്ട് നബി തങ്ങൾ, മോളെ ഇങ്ങെടുക്ക്, എന്തിനാ ഇത്? നമുക്കൊക്കെ സ്വർഗത്തിൽ കിട്ടൂല, എന്തിനാ ഇത്? അപ്പോഴേ ഒരു കൊടുക്കല്ലേ ദീനിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സന്തോഷത്തോടെ, മനസ്സന്തോഷത്തോടെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 500 1000 ആരെല്ലാം മുനീർ അങ്ങോട്ട് പോയിട്ട് വന്നല്ലോ. പെണ്ണുങ്ങളുടെ ലിസ്റ്റ് കൊണ്ടുവന്നോ? നാളെ കൊടുക്കാമെന്നുള്ളവർ ലിസ്റ്റ്. കഴിഞ്ഞ വർഷം നിങ്ങളിവിടെ വഅദ ചെയ്താണ്, 1 വർഷമായി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ വലിയ വിഷമമുണ്ട്. എത്രയും വേഗം നിങ്ങളത് കൊടുക്കുക. ഇല്ല എങ്കിൽ ഇനി നമ്മൾ ഈ ഒരു പിരിവും പറഞ്ഞുകൊണ്ട് ഒരു വാത് വയ്ക്കാനേ പാടില്ല. വാതിൻ്റെ ആവശ്യമില്ല.
എന്തിനു വാദം? ജനങ്ങൾക്ക് ഇതിനോടൊരു സ്നേഹവും താല്പര്യവും ഒരിഷ്ടവും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ വാതൊക്കെ വെച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അതിനാണ്. നമ്മളിപ്പോൾ എവിടെ കിടന്ന് എവിടെ പോയാലും നമ്മൾ ഈ കേരളത്തിൻ്റെ ഏത് മുക്കുമുള്ള വാത് വെച്ചാലും അവിടെ ഒരു പിരിവുണ്ടാവും. അത് ആ പള്ളിക്ക് വേണ്ടിയിട്ടോ മദ്രസയ്ക്ക് വേണ്ടിയിട്ടോ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണ്, അല്ലാതൊന്നുമല്ല. ഇനി ഉണ്ടോ മോനെ? എത്രയായി മോനെ? 10 എത്രയായി? 13,000. അവിടെ എത്ര കിട്ടി? നാളെ കിട്ടുന്ന പൈസ ഇത് ഇൻഷാ. മുനീറേ പെട്ടെന്ന് ദുആ ചെയ്യാൻ പോവാ. 13ആയി. ഒരു 2 പേരോട് ഇവിടെ പറഞ്ഞ ഒരു 15 തീർക്കും ഇൻഷാ അല്ലാ. ഒരു 4 അതാണ്ട് ഒരു സഹോദരൻ ഉണ്ട്. അല്ലാഹുവേ ആഫിയത്ത്, ആരോഗ്യ, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് കൊടുക്കണേ അല്ലാഹുവേ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ദീൻ സലാമത്തിലാക്കണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. പടച്ചവനെ ഈ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു കുറവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ വർഷങ്ങളായി പാലും കറണ്ട് ചാർജും ഏറ്റെടുത്തിരിക്കുന്ന ഈ സഹോദരന് അദ്ദേഹത്തിൻ്റെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. നിരാശ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ വളരെ വിഷമത്തോടെ വന്ന് പറഞ്ഞു പടച്ചവനെ, അള്ളാഹുവേ എന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബാധ്യതയാണ് ഉസ്താദ് എന്ന് പറഞ്ഞു. അല്ലാ ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ, ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ, ബാധ്യതയാക്കല്ലേ അല്ലാ. പടച്ചവനെ മരിക്കുന്നത് വരെ കൊടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. സമ്പത്ത് വർദ്ധിപ്പിക്കണേ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അതിലൂടെ മുസീബത്തുകൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. തീർന്നാണ്. നാളെ കിട്ടുമോ? ഇനി അങ്ങനെയുള്ള അതാരാ? 1000 രൂപ. അല്ലാഹുവേ പടച്ചവ 15 രൂപയായി. ആ സഹോദരി റിയാസ് 1000 നാളെ കിട്ടുമല്ലോ. ഇപ്പം കിട്ടി അൽഹംദുലില്ലാ. ഇനി ഇങ്ങനെയുള്ള പിരിവാ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചവനെ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ കഴിഞ്ഞ വർഷം 150 പേര് ഒരു വലിയ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണല്ലാ. ഇതുവരെയ്ക്കും അവർ കൊടുത്തിട്ടില്ല പടച്ചവനെ. ഞാൻ വിചാരിച്ച് കിണറിൽ വെള്ളം കണ്ടു കാണുമെന്ന്. ഒരു വർഷമായിട്ടും കിണറ്റിൽ വെള്ളം കണ്ടില്ല റബ്ബേ. ഇത്ര നാളായിട്ട് കുഴിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. അപ്പം വെള്ളം കയറി. ഇനി ഇപ്പോൾ കുഴി തുടങ്ങി. ഇപ്പോൾ ഇല്ലയോ? പൈസ ഉണ്ടല്ലേ പറ്റുള്ളൂ. എത്ര തോടിയാവും? 10-20 തോടി കിട്ടുമോ? 30 തോടി വേണം. അത്രയും ഭയങ്കര ആഴമായിരിക്കും. എവിടെ കുഴിക്കുന്നത്? അല്ലാഹു അക്ബർ. ഇത്ര വലിയ കൂലിയ പടച്ചവനെ. ഒരു കിണർ കുഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കൂലി. നമുക്ക് വല്ല പൈസ ഉണ്ടായിരുന്നത് നമ്മളങ്ങ് ഏറ്റെടുത്തേനെ. ഖബറിൽ വലിയ കൂലി കിട്ടുന്ന ആരെയാണ്? വലിയ കൂലി കിട്ടുന്ന ആരാണ്? ചെറിയ കൂലിയുടെ വലിയ കൂലി. പൈസ ആരാ? മുനീർ മൗലവിയോ? ആണോ? മുനീർ മൗലവി. അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ളവനെ അല്ലാ നീ സഹായിക്കണേ അല്ലാ. ആലിമാക്കണേ ഉഖ്റവിയായ കൂനു റബ്ബാനിയീൻ. അവരെ ഞങ്ങളെയൊക്കെ ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹുവേ. സാലിഹായ മക്കളില്ലയോ? അല്ലാഹുവേ പടച്ചവനെ റാസിഖായ മുസവ്വിറായ അല്ലാ. 80 വയസ്സായ സക്കരിയ നബിക്ക് നീ കൊടുത്തു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അല്ലാ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സാലിഹായ കുഞ്ഞിനെ കൊടുക്കണേ റബ്ബേ. സാലിഹായ കുഞ്ഞിനെ കൊടുക്കണേ റബ്ബേ. അവനെ ആലിമാക്കാൻ, ഹാഫിളാക്കാൻ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ ആലപ്പുഴ ഉസ്താദിന് 15 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞായ. ഹസനിയ അറബി കോളേജിൽ 15 വർഷം ആലിമ. ഇപ്പോൾ 3 മക്കളാണ്. ഇത് വരാൻ തുടങ്ങിയാൽ പിന്നെ വന്നുകൊണ്ടേ ഇരിക്കും അങ്ങ് സംഭവം. ഈ വരാനാ ഒരുപാട്. പിന്നെ പടപെടാന സംഭവം. പിന്നെ നിർത്തി വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കട്ടെ. അപ്പോൾ അതാണ് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട വരും. ഇച്ചിരി കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 വർഷം വരെ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി സബൂറാക്കി ഇൻഷാ അല്ലാഹ് തരും. വിഷമിക്കണ്ട. നമ്മുടെ പാലും കറണ്ട് ചാർജ് അടയ്ക്കുന്ന ആൾ വിഷമിക്കണ്ട. എന്തേ ആള് പായ് മുങ്ങി പാവം. ഫൈസൽ 1000 രൂപ. അല്ലാഹുവേ നാളെ കിട്ടുമല്ലോ ഇല്ലയോ? അൽഹംദുലില്ലാ. ഇനി കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിക്കരുത്. ഇനി അടുത്ത വർഷം പാന്ന് പറഞ്ഞ ഉസ്താദെ ആ ബുക്കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറയരുത്. അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചവനെ. അർഹമായ കൂലി കൊടുക്കണേ അല്ലാ. സഹോദരിമാരുടെ ഒന്നും വന്നില്ലല്ലോ. ഒന്നും ഒരൊറ്റ അക്ഷരം പോലും വേണ്ടിയില്ല. എല്ലാ പാട്ടിനും പോയി കട. നാളെ കുത്ത് കിട്ടുമ്പോൾ അറിയാം. നമുക്കെന്ത് വേണം? നമ്മളുള്ളത് പറയും ഇൻഷാ അല്ലാ. നമുക്ക് പറയാനുള്ളത് നമുക്കറിയാവും. നമ്മൾ പിന്നെ എല്ലാം ചെയ്യുന്നു. നമുക്ക് ആഖിറത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് പറ്റുന്നതൊക്കെ. ബാക്കിയൊക്കെ അള്ളാഹ് അടുത്ത് പൊരുത്തം ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. നമ്മുടെ കാക്കായ്ക്ക് കറണ്ട് ചാർജ് പാലം എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് പേരാണ്. പിന്നെന്താ അപ്പം അങ്ങക്ക് ബുദ്ധിമുട്ട്? കറണ്ട് ചാർജ് ഒരുപാട് വരുന്നുണ്ട്. എത്ര വരുന്നു?
മാസോ? അദ്ദേഹത്തിന് എന്തോ കച്ചവടം, നല്ല കച്ചവടം ഉണ്ടോ? ഇനി സോളാർ വയ്ക്കണം, അപ്പോൾ റെഡിയാവും. സോളാർ. ഇനി അടുത്തൊരു വാള് സോളാറിന് വേണ്ടിയിട്ട്. സരിതയെ കൊണ്ടുവന്നാൽ മതി, പെട്ടെന്ന് കിട്ടും കാശ്. അതൊക്കെ നടക്കും. ഡേ ഇതെല്ലാം ലൈവുകാരാ, ഇതെല്ലാം കട്ട് ചെയ്തേക്കണം കേട്ടോ. ഇതിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ ഉടനെ ഇത് ഈ ലൈവുള്ളിടത്തൊന്നും പ്രസംഗിക്കാക്കത്തില്ല. അവസാനം എന്നെ പിടിച്ച് എല്ലാവരും, അനിൽ മുഹമ്മദ് അവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ ഇങ്ങനെ ഇട്ട് പിഴിഞ്ഞ് ചാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഹാലിളകി വല്ല ചുടലി ഇപ്പോൾ പറഞ്ഞിട്ട് കണ്ടില്ലേ കിടന്ന് അപ്പം പഠിക്കുന്നത്. അപ്പോൾ ഓരോന്ന് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കിടന്നിങ്ങനെ ഹാലിളകുമ്പോൾ അന്ന് വന്നു പോകും വായിൽ. അപ്പോൾ അന്നേരം പിന്നെ അത് മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, വിവരമില്ല, ബുദ്ധിയില്ല, അതായതാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലൈവൊക്കെ എടുത്ത് ദൂരക്കളാ. തീർന്ന ദുവാച്ചേട്ടാ എത്രയായി മോനെ? ഇപ്പം എത്രയായി? 17 ആയുള്ളൂ. ഒരു 3 പേരോടെ പറഞ്ഞാൽ നമുക്ക് 20 അങ്ങ്. പെണ്ണുങ്ങടൊന്നും വന്നില്ലേ? മുനീറിനെ കണ്ടില്ലല്ലോ. അതാരാ? നിസാമേ തലകുറിച്ച് 500 വെച്ച് 6 പേര് പറ. 500 വെച്ച് ബിസ്മില്ല. അപ്പം കൈവക്ക്, നാളെ കൊടുക്കാൻ. ഇപ്പം ഉണ്ടല്ലോ കൊടു. ഹംസമേ അല്ല കൈവക്ക്, ബിസ്മില്ല. കിണർ നാളെ മുതൽ കുഴിക്കാൻ തുടങ്ങണം ഇൻഷാ അല്ലാ. പെട്ടെന്ന് കൈവക്ക് 500 രൂപ. 500 രൂപ കാക്ക നിങ്ങൾ പറയേ. 77 ഇതങ്ങോട്ട് കളാം. 2 ഗ്ലാസ് കളഞ്ഞിട്ട് കൂട് കാപ്പി കിടക്കാരനത് 1000 പറഞ്ഞോ. ഇന്നത്തെ ലാഭം മൊത്തം കൊടുക്കട്ടെ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ. ദുആ ചേട്ടേ എന്ത് മുനീറോടെ പോയി? പെണ്ണുങ്ങടെ ഒന്നും വന്നില്ല, അങ്ങോട്ട് പോയിരിക്കുക ആന്നോ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മന തീർത്തറ 17 രൂപയായി. 17 പേരായി. ബാക്കി നാളെ കിട്ടും ഇൻഷാ അല്ലാഹ്. നൗഷാദ് ബാക്കി പ്രത്യേകം വന്ന് കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞിട്ട് പോണ്ടെന്ന് പറയണം കേട്ടോ. ബാധ ചെയ്തിട്ട് പറയണം. പണ്ട് മഴതന്യ വന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് അവസാനം ലിസ്റ്റ് എടുത്ത് പോയപ്പോൾ ഒന്നുമില്ല. ഈ സിറാജ് കാസിമി അവിടെ മംഗലാപുരത്ത് പോയി 90 പവൻ പിരിച്ച്. ഞാൻ അവിടുത്തെ പിറ്റേ വർഷം പ്രസംഗത്തിന് പോയ ഉസ്താദെ 2 പവൻ കിട്ടി, ബാക്കി 90 പവൻ പിരിച്ച് 2 പവൻ കിട്ടിയത്, ബാക്കിയൊന്നും കിട്ടിയില്ല. ഇതൊക്കെ ഒരു കള്ള വാഗ്ദാനല്ല. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇൽമിൻ്റെ സദസ്സിലേക്ക്, ദുആയുടെ സദസ്സല്ലേ. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ ആഫിയത്ത്, ആരോഗ്യം തരണേ അല്ലാഹ്. ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത തരണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ചെയ്യുന്ന നന്മകൾ ആഖിറത്തിൽ ഗുണം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ഈമാൻ ഉറപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തി തരണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അവരുടെ ഖബറുകളിൽ നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവരുടെ ഹക്കുകൾ, ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വീട്ടാൻ നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹ് ഞങ്ങളെ നീ ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ നീ പെടുത്തണേ പടച്ചവനെ. ഈ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ ഇരിക്കുന്ന മക്കൾ, ഖുർആൻ പഠിക്കുന്ന മക്കൾ, അല്ലാഹുവേ ഈ മക്കൾക്ക് ഇൽമു പഠിക്കുന്ന ഈ മക്കൾ, ഇവർക്ക് വേണ്ടി അന്നം കൊടുക്കുന്ന, ഇവർക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്ന നല്ലവരായ നാട്ടുകാർ, അല്ലാഹ് നീ അവരുടെ അന്നം നീ മുടക്കല്ലേ പടച്ചവനെ. അല്ലാഹ് അവരെ നീ അപകടത്തിൽപ്പെടുത്തല്ലേ അല്ലാഹ്. അവരെ നീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിപ്പിക്കല്ലേ പടച്ചവനെ. നീ ക്യാൻസർ നീ കൊടുക്കല്ലേ പടച്ചവനെ. ട്യൂമർ കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ നിൻ്റെ ഖുർആനാണ് പടച്ചവനെ. നീ അത് ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ സഹായികളെ ഒന്നും പടച്ചവനെ നീ ദുനിയാവിലും ആഖിറത്തിലും ദുഃഖിക്കുന്നവരാക്കി മാറ്റല്ലേ പടച്ചവനെ. അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്, സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ആ ഖുർആൻ പഠിച്ച മക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ കയറാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. അതിൻ്റെ ബർക്കത്തുകൊണ്ട് അവരുടെ മക്കളെ ഒന്നും നീ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അവരുടെ കുടുംബങ്ങളൊരു നാശം നീ ഇറക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം സ്വർഗം കണ്ട് കെലിമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഈ സഹായിച്ചവരെല്ലാം നീ സഹായിക്കണേ പടച്ചവൻ. 5000 രൂപ സൗദി അറേബ്യയിൽ നിന്നല്ലേ, പേരെന്ന് പറഞ്ഞു കുഞ്ഞാമ്പൂ എന്ന് പറഞ്ഞ സഹോദരൻ, അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ
വിദേശത്തുള്ള ജോലിയിലും അവിടുത്തെ ജീവിതത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ, അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ പടച്ചവനെ. ഹാർട്ട് അറ്റാക്കിനെ തൊട്ട് രക്ഷിക്കണേ പടച്ചവനെ. യാ അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. വീട്ടിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. മക്കളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവേ, ഈ 5000 രൂപയുടെ ബർക്കത്ത് കൊണ്ട് വരുന്ന വർഷങ്ങളിൽ അതിൻ്റെ വർധനവ് കാരണം വീണ്ടും ചെയ്യാനുള്ള മനസ്സ് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ വന്നിരിക്കുന്ന മുഴുവൻ പേരെ നീ കബൂലാക്കണേ റബ്ബേ. എൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുന്നവരെ നീ സ്വർഗം കൊടുത്തവരെ നീ സന്തോഷിപ്പിക്കണേ പടച്ചവൻ. അള്ളാഹുവേ, ഞങ്ങളെയൊക്കെ നീ ഉഖ്റവികളായ പണ്ഡിതന്മാരെ പെടുത്തണേ പടച്ചവനെ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ പടച്ചവനെ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ പടച്ചവൻ. മക്കളില്ലാത്തവർക്ക് മക്കളെ നീ കൊടുക്കണേ പടച്ചവനെ. ഉള്ള മക്കളിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവൻ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പേരക്കിടാങ്ങൾക്കെല്ലാം നീ ആഫിയത്ത്, ആരോഗ്യവും സന്താനങ്ങൾ ബർക്കത്തും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അള്ളാഹ്. നസീഹത്തുകൾ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ കേട്ടവരെക്കാൾ കൂടുതലും അമൽ ചെയ്യാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഗൈബിയായിട്ട് നിന്നെ വിശ്വസിച്ച് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം താ അള്ളാഹ്. ഗൈബിയായ നിലയിൽ പടച്ചവനെ നിന്നെ ഭയപ്പെടാൻ തൗഫീഖ് താ അള്ളാഹ്. അള്ളാഹുവേ, ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മറ്റന്നാളെ നമുക്ക് അപ്പുറത്ത് കാഞ്ഞിരത്തും വടക്ക് പ്രസംഗമുണ്ട് ഇൻഷാ അല്ലാഹ്. ഖബറിലെ കൂട്ടുകാർ, നമ്മൾ മരണശേഷം നമ്മളെ സഹായിക്കാൻ വരുന്നത് ആരൊക്കെ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെടുത്തി വിഷയം പറയും. പിന്നെ ലാസ്റ്റ് ഇച്ചിരി പിരിവാണ്, ഇഷ്ടമുള്ളവർ കൊടുക്കുക. അല്ലെങ്കിൽ വിഷയം കേട്ടിട്ട് പോയി. പിരിവില്ലാത്ത പ്രസംഗം ഉണ്ടോ ഇപ്പോൾ ദുനിയാവിൽ? എന്ത് ചെയ്യാനാ, ഒരു രക്ഷയില്ല. എന്തെല്ലാം പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ അത് ലാസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ചോദിക്കും. വിഷയങ്ങൾ കേൾക്കണം, പഠിക്കണം. എനിക്കതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടിയോടെ തീരുമല്ലോ. ഇവിടെ മറ്റന്നാളെ പരിപാടി ഇല്ലല്ലോ. എല്ലാവരും അതാ അങ്ങനെ ആക്കിയിടും. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിഷയം അവിടെ സംസാരിക്കും. നിങ്ങളെയൊക്കെ മുഖം ഞാൻ നോക്കും അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹ്.